السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരികളെ, സ്നേഹസമ്പന്നരായ നാട്ടുകാരെ, ജമാഅത്തെ ഇസ്ലാമിയും ആനുകാലിക സംഭവങ്ങളും എന്ന പൊതുവായ ഒരു തലവാചകത്തിൻ കീഴിലാണ് ഈ സമ്മേളനത്തിൽ കുറച്ച് സമയം ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത്. ആനുകാലിക സംഭവങ്ങൾ എന്ന് പറയുന്നത് ഒരു വിഷയമല്ല, പല വിഷയങ്ങളെയും സംബന്ധിച്ചുള്ള ഒരു പ്രയോഗമാണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പൗരനെ സംബന്ധിച്ചിടത്തോളവും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും എവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ, എന്നിട്ട് രാജ്യത്തിനും നമുക്കും രാജ്യനിവാസികൾക്കും പ്രയോജനകരമായ നിലപാടുകൾ എടുക്കാൻ ബാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനം. അങ്ങനെ ചിന്തിക്കുന്നതിന്റെ അടിസ്ഥാനം പ്രപഞ്ചനാഥൻ മനുഷ്യ സമൂഹത്തിന്റെ മാർഗദർശനത്തിനും വിമോചനത്തിനും വേണ്ടി ദൂതന്മാരെ നിയോഗിച്ചപ്പോ ആ പ്രവാചകന്മാരുടെ ഓരോരുത്തരുടെയും കഥ എന്ന് പറഞ്ഞാൽ ചരിത്രം വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ പ്രവാചകന്മാരുടെയും വിശദാംശങ്ങളും കഥകളും ഇല്ലെങ്കിലും അവരിൽ പ്രമുഖരായ കുറെ ആളുകളുടെ സംഭവബഹുലമായ ജീവിതത്തിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് പല വിവരണങ്ങളും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്താൽ ഏത് നാട്ടിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ജനതയിലേക്കാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്, അവരുടെ വിശ്വാസം, ആചാരം, ചിന്താരീതി, അവരുടെ രാഷ്ട്രീയ സാഹചര്യം, അവരുടെ സാമൂഹികമായ അവസ്ഥ, അവരുടെ ധാർമ്മികമായ സ്ഥിതിവിശേഷം, ഇതിനെപ്പറ്റിയൊന്നും യാതൊരു പിടിപാടുമില്ലാതെ എങ്ങനെയായാലും കൊള്ളാം, ആരോടായാലും കൊള്ളാം, കിടക്കട്ടെ എന്ന മട്ടിൽ മണ്ണറിയാതെ വെട്ടിറക്കുകയല്ല പ്രവാചകന്മാർ ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്കാർക്കും വളരെ വേഗത്തിൽ ബോധ്യപ്പെടുന്നതാണ്. ഞാനിപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയും ആനുകാലിക സംഭവങ്ങളും എന്ന ശീർഷകത്തിന് കീഴിൽ ഇങ്ങനെ ഒരു വശത്തെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ നടത്തിയത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാടിനെ വിലയിരുത്തുകയും അവിടുത്തെ സാഹചര്യങ്ങളെയും അവസ്ഥകളെയും മനസ്സിലാക്കുകയും ആ സാഹചര്യങ്ങളോടും അവസ്ഥകളോടും പ്രതികരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന ഒരു സംസ്കാരം ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങളെ പഠിച്ചു പകർത്തിക്കൊണ്ടാണ് എന്ന് നിങ്ങളോട് പറയാനാണ്. അത് വിശദീകരിക്കാൻ മെനക്കെട്ടാൽ അത് തന്നെ ഒരു വിഷയമാണ്. പക്ഷെ ഈ വേദിയുടെ, ഈ സമ്മേളനത്തിന്റെ താല്പര്യം അങ്ങനെ ഒരു അവതരണമല്ല എന്നെനിക്കറിയാവുന്നത് കൊണ്ട് ഞാനിതിങ്ങനെ ഒരു പ്രസ്താവനയായി നടത്തുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രവാചകനും അവരവരുടെ സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും കൃത്യമായി വിലയിരുത്തിയതിനു ശേഷം
താൻ ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തിന്റെയും ആദർശത്തിന്റെയും പ്രത്യയശാസ്ത്രത്തിന്റെയും അടിത്തറയിൽ അതിനെ സമീപിക്കുകയും അതിനോട് സംവദിക്കുകയുമാണ് ചെയ്തത് എന്നതുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിലെ സ്ഥിതിഗതികളെയും സാഹചര്യങ്ങളെയും ഇസ്ലാമിക പ്രസ്ഥാനം വിലയിരുത്താറുണ്ട്. അങ്ങനെ വിലയിരുത്തുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള വിലയിരുത്തലുകളല്ല, അത് ജീവിതത്തോളം വിശാലമാണ് എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ സവിശേഷത. ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ആധുനിക പാശ്ചാത്യൻ സെക്കുലർ ചിന്താഗതി അനുസരിച്ചുള്ള വീതം വെപ്പുകളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. സെക്യുലറിസത്തെ അംഗീകരിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇന്ത്യ രാജ്യം സെക്കുലറാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ത്യ രാജ്യം മതനിരപേക്ഷമാണ് എന്നാണ് അതിന്റെ താല്പര്യം. അതുകൊണ്ട് സെക്കുലറിസത്തെ നമ്മൾ മതനിരപേക്ഷത എന്നും മതേതരത്വം എന്നും പരിഭാഷപ്പെടുത്താറുണ്ട്. ഞാൻ വിചാരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയും മനസ്സിലാക്കുന്നു സെക്കുലർ എന്നതിന് മതേതരം എന്നതിനേക്കാളേറെ മതനിരപേക്ഷം എന്ന പ്രയോഗമാണ് ഇന്ത്യ രാജ്യത്തിന് ചേർന്നിട്ടുള്ളത് എന്ന്. മതനിരപേക്ഷം എന്ന മതേതരത്വം എന്ന് പറയുമ്പോൾ അത് മതരഹിതമായ ഒരു സമൂഹത്തെ നിർമ്മിക്കുവാനുള്ള ശ്രമമാണ് എന്ന് ചിലർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെ വിലയിരുത്തുന്നവരും വിശ്വസിക്കുന്നവരുമുണ്ട്. മതം മനുഷ്യന് ആവശ്യമുള്ള സാധനമേ അല്ല. പക്ഷേ ആ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് മതം തന്നെ വേണ്ടതില്ല, അതുകൊണ്ട് മതരഹിതമായ സമൂഹത്തിന്റെ നിർമ്മിതിയാണ് മതേതരത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന, അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മേധാവിത്വമുള്ള ഒരു കാലഘട്ടമല്ല ഇന്ന്. അങ്ങനെയൊക്കെയുള്ള കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത്തരം മുദ്രാവാക്യങ്ങളും അതിന്റെ അടിസ്ഥാനത്തിലുള്ള പൊറാട്ട് നാടകങ്ങളും തെരുവ് നാടകങ്ങളും ഒക്കെ അരങ്ങേറിയ ഒരു 10-15 20 കൊല്ലത്തെ മുമ്പത്തെ കേരളീയമായ ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇന്ന് പക്ഷേ ലോകം അങ്ങനെയല്ല. ഇന്നിപ്പോ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം മതനിരാസം അല്ലെങ്കിൽ മതേതരത്വം, സെക്കുലർ വൽക്കരണം ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതല്ല. ഇന്ന് മതത്തിന്റെ സിദ്ധാന്തങ്ങളെയും അടയാളങ്ങളെയും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് തെറ്റായ രീതിയിലുള്ള മതാധിപത്യങ്ങളുടെയും മതമേധാവിത്വത്തിന്റെയും സാഹചര്യങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പൊ പണ്ടേ ഒരു പ്രസംഗം പഠിച്ചു വെച്ച് അത് എല്ലായിടത്തും പിറ്റാക്കിയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ സാഹചര്യങ്ങളിൽ മാറ്റം വരുമ്പോൾ നമ്മുടെ സമീപനങ്ങളിൽ മാറ്റം വേണം. അതായത് നമ്മുടെ രാജ്യത്ത്, ലോകത്ത് തന്നെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമായി നിന്ന ഒരു കാലമുണ്ട്. സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെ പ്രമുഖമായ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്ന കാലം. ഇന്ന് അവയൊക്കെ ശോഷിച്ചുപോയ ഒരു കാലമാണ്. അങ്ങനെ പ്രബലമായ രാഷ്ട്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇന്ന് ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരത്തിന്റെ കേന്ദ്രമായിട്ട് അമേരിക്ക അതിന്റെ സാമ്രാജ്യത്വ അകമ്പടിയോടെയും സന്നാഹത്തോടെയും വന്ന് രംഗം കീഴടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ലോകത്തെ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ലോക സാഹചര്യങ്ങളിൽ വലിയ പ്രകടമായ മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ അന്താരാഷ്ട്ര തലങ്ങളിലെ വലിയ ആനുകാലിക വിശകലനങ്ങളിലേക്ക് ഈ ചർച്ചയുമായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഉദ്ദേശിക്കാത്തതിന്റെ കാരണം അതിലൊന്നും നമുക്ക് ഇടപെടാനോ പറയാനോ ഉയർത്തിക്കാണിക്കാനോ ഉള്ള വിഷയങ്ങളില്ലാത്തത് കൊണ്ടല്ല. ചില വിഷയങ്ങൾ അതിൽ തന്നെ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. എന്റെ ഈ സംസാരത്തിന്റെ ഒരു ഉചിതമായ സന്ദർഭത്തിൽ ആ വിഷയത്തെ പറ്റി ഞാൻ പറയുന്നതാണ്. അപ്പോ അന്താരാഷ്ട്ര തലത്തിലുള്ള വിശദമായ വിശകലനങ്ങൾ വേണ്ട എന്ന് ഞാൻ പറയുന്നതിന്റെ അർത്ഥം നമ്മളെല്ലാവരും ഇന്ന് കണ്ടും കേട്ടും കൊണ്ടേ ഇരിക്കുകയാണ്. ആനുകാലികം എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ആരെങ്കിലും വന്ന് വിവരിച്ചാൽ മാത്രം നമ്മൾ അറിയുന്ന ഒരു സാധനമല്ല. ഇന്ന് മീഡിയകൾ, പ്രിന്റ് മീഡിയയും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളും, അച്ചടി മാധ്യമങ്ങളും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളും വളരെ വ്യാപകമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ മാധ്യമങ്ങൾ കൊണ്ട് നടക്കുന്നവരുടെ, അതിനെ രൂപകൽപ്പന നടത്തുന്നവരുടെ കാഴ്ചപ്പാടുകളും സിദ്ധാന്തങ്ങളും നിലപാടുകളുമാണ് അവ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരുപാട് മാധ്യമങ്ങൾ ഇന്ന് മത്സര ബുദ്ധിയോടെ നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വിവരം നൽകാനുള്ള തത്രപ്പാടിൽ, വിവരം നൽകാനുള്ള ധൃതിയിൽ, വസ്തുനിഷ്ഠമാണോ വിവരം എന്നുപോലും ഉറപ്പുവരുത്താതെ ഫ്ലാഷ് ന്യൂസുകൾ അടിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അതിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ദൃശ്യമാധ്യമങ്ങൾ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോ രാജ്യത്ത് എന്ത് സംഭവിക്കുന്നു, ലോകത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് സംഭവങ്ങളുടെ വിവരണങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന നിലപാടിലാണ് ഞാനുള്ളത്. നമ്മുടെ രാജ്യത്തെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്.
അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങൾ രാജ്യം എവിടേക്ക് പോകുന്നു, ലോകത്ത് എന്ത് സംഭവിക്കുന്നു, ഈ രാജ്യത്തിനകത്ത് എന്ത് സംഭവിക്കുന്നു, ഇതിലൊന്നും നമുക്കൊരു വിവരത്തിന്റെയും കുറവില്ല. പക്ഷെ നമുക്കൊരു കാര്യത്തിന്റെ കുറവുണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നു. ആ കുറവ് നമുക്ക് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലെത്തുമ്പോ, നമ്മുടെ അണിയറകളിലെത്തുമ്പോ, നമ്മുടെ ഡൈനിങ് ഡൈനിങ് ഹാളുകളിലെത്തുമ്പോ, നമ്മുടെ തീന്മേശകൾക്ക് ചുറ്റും നമ്മളോട് പലരും സംവദിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ വിവരങ്ങളൊക്കെ വളരെ ബോധപൂർവകമായ ചില രീതിയിൽ രൂപകൽപ്പന ചെയ്ത വിവരങ്ങളാണ്. അതിൽ ഫാഷിസത്തിന്റെ താല്പര്യങ്ങളുണ്ട്, അതിൽ വർഗീയമായ അജണ്ടകളോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയകളുടെ താല്പര്യമുണ്ട്. ഞാൻ വിചാരിക്കുന്നു ഇന്ത്യ രാജ്യത്തെ ജനസമൂഹം, നിഷ്പക്ഷതയും നീതിയും സമാധാനവും ആഗ്രഹിക്കുന്ന ജനസമൂഹം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മീഡിയ സൃഷ്ടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന പ്രോപ്പഗണ്ടകളെ അതിജീവിക്കാനാവുന്നില്ല എന്നുള്ളതാണ്. മീഡിയകൾ പ്രോപ്പഗണ്ടകളിൽ ഏർപ്പെടുകയാണ്. അവരാണ് ഇന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവർ വാർത്തകൾ സൃഷ്ടിക്കുകയോ വസ്തുതകളെ അട്ടിമറിക്കുകയോ ചെയ്യുകയാണ്. അവർ ഊതിപ്പെരുവിനെ വീർപ്പിക്കുന്നത് ഏതോ അത് വലിയ സംഭവമാകുന്നു. എന്നാൽ യഥാർത്ഥ സംഭവങ്ങളെ അവർ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നു. ഒരാൾ തന്റെ വീട്ടിൽ, തന്റെ ഫ്രിഡ്ജിൽ ഒരു ഏതോ ഒരു അപകടകരമല്ലാത്ത, അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തെ പ്രകോപിപ്പിക്കുന്ന സ്വഭാവത്തിലുള്ളതല്ലാത്ത ശുദ്ധമായ ആട്ടിറച്ചി സൂക്ഷിച്ചതിന്റെ പേരിൽ അവിടെ ഗോമാംസമുണ്ട് എന്ന് പറഞ്ഞ് ഭ്രാന്തമായ അഭിനിവേശം സൃഷ്ടിച്ച് ആളുകളെ അങ്ങോട്ട് വിട്ട് പേപ്പട്ടിയെ കൊല്ലുന്നത് പോലെ ഒരു പച്ച മനുഷ്യനെ, ഒരു പട്ടാളക്കാരന്റെ പിതാവിനെ തല്ലിക്കൊന്നിട്ട് അതൊരു സംഭവമാകുമ്പോ അതൊരു സംഭവമാക്കാൻ ഇവിടെ മീഡിയ ഇല്ലാതാകുന്നു എന്നുള്ളത് മീഡിയകളാണ് അജണ്ടകളെ അട്ടിമറിക്കുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഒരു ദളിത് വിദ്യാർത്ഥിക്ക് അന്തസ്സോടുകൂടി ജീവിക്കുവാനും പഠിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ട് അവന് ജീവിതം തന്നെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമ്പോ അത് ലോകത്തോട് വിളിച്ചു പറയാൻ ഇവിടെ വേണ്ട അളവിൽ മീഡിയകൾ രംഗത്ത് വരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിന്റെ അർത്ഥം ഇവിടെ മീഡിയകൾ ഇല്ല എന്നല്ല. ഇവിടത്തെ വാർത്താ മാധ്യമങ്ങൾക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാവുകയും അവർ ആ വാർത്തകളെ, സംഭവങ്ങളെ അട്ടിമറിക്കുകയും ചെയ്തുകൊണ്ട് ജനങ്ങളെ തെറ്റായ ദിശയിലേക്ക് വഴി നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആളുകൾ വിവരമുള്ളവരാണ്, പക്ഷേ ആളുകൾ വീക്ഷണങ്ങളുള്ളവരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരികയാണ്. ആളുകൾ അറിവുള്ളവരാണ്, പക്ഷേ അവർ നിലപാടുള്ളവരല്ല. അവർ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അത് അവർക്ക് സ്വീകരിക്കാവുന്ന നിലപാടല്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, അതാണ് ആനുകാലിക സംഭവങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും എന്നതുപോലെയുള്ള ശീർഷകത്തിൽ വിശദീകരണ പരിപാടികൾ നടത്തുന്നതിന്റെ പ്രസക്തി എന്ന് ഞാൻ ഈ സദസ്സുമായിട്ട് പങ്കുവെക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ രാജ്യത്ത് ആണെങ്കിലും ശരി, പ്രാദേശികമായ നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലാണെങ്കിലും ശരി, ലോകതലത്തിലായിരുന്നാലും ശരി, ഗ്രാമങ്ങൾ അന്താരാഷ്ട്ര തലങ്ങളിലേക്കും അന്താരാഷ്ട്ര സംഭവങ്ങളെ ഗ്രാമതലങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഗതിവേഗം വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രസരിപ്പിക്കുവാൻ കഴിയുന്ന സോഷ്യൽ മീഡിയ എന്ന വേറൊരു സംവിധാനവും നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം കൂടി ഒന്നായി മലവെള്ളപ്പാച്ചില് പോലെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന, പ്രവാഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് വളരെ കൃത്യമായ നിലപാടുകളോടെ കാര്യങ്ങളെ നോക്കിക്കണ്ടില്ലെങ്കിൽ പല അബദ്ധങ്ങളിലും നമ്മൾ ചെന്ന് ചാടും എന്ന് ഞാൻ സഹോദരങ്ങളെ, നാട്ടുകാരെ സ്നേഹ സാഹോദര്യ ബുദ്ധിയ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ശ്രദ്ധേയങ്ങളായ ചിലതിനെപ്പറ്റി, ചില വശങ്ങളെ കുറേശ്ശെ വിശകലനം നടത്തിക്കൊണ്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുന്നതാണ്. അതല്ലാതെ ലോകത്തുള്ള ഓരോ സംഭവങ്ങളും വിശകലനം ചെയ്ത് അതിൽ നിന്ന് നിലപാടുകൾ ഉരുത്തിരിച്ച് അതിനെയൊക്കെ വിശദീകരിച്ച് പ്രമാണങ്ങളുടെ ബലത്തോടെ അതിനെ സ്ഥാപിച്ചെടുക്കുവാനുള്ള ഒരു പരിശ്രമം ഒരു കവലയിൽ നടക്കുന്ന ഒരു പൊതുപരിപാടിക്ക് ഒരിക്കലും തന്നെ വഴങ്ങുന്ന അജണ്ടയല്ല എന്ന് നിങ്ങളൊക്കെ എന്നെ പോലെ മനസ്സിലാക്കും എന്ന് ഞാൻ ഇവിടെ വിചാരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വ്യവസ്ഥാപിതമായി കാര്യങ്ങളെ വിലയിരുത്താൻ തന്നെ അതിന് സംവിധാനങ്ങളുണ്ട്. ലോകത്തെയും ദേശത്തിനകത്തെയും സാഹചര്യങ്ങളെ ഓരോ 4 കൊല്ലം കഴിയുമ്പോഴും വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് നിലപാടുകൾ ഉരുത്തിരിച്ചെടുക്കുന്നതിനുള്ള വ്യവസ്ഥാപിതമായ സംവിധാനം ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. ഉറുദുവിൽ അതിന് മജ്ലിസ് നുമായിന്ദഗാൻ എന്ന് പറയും, കേന്ദ്ര പ്രതിനിധി സഭ. അപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്ര പ്രതിനിധി സഭ മാത്രമല്ല, അഖിലേന്ത്യാ തലത്തിലുള്ള അതിന്റെ കൂടിയാലോചനാ സംവിധാനം, ഇതൊക്കെ വസ്തുതകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് നിലപാടുകൾ ഉരുത്തിരിക്കുന്നതിനുള്ള വ്യവസ്ഥാപിതമായ രീതിയാണ്. എവിടെ
എവിടെയോ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കേണ്ടി വരുമ്പോ ആരോ ഒരുത്തൻ എന്തിനെ പറ്റിയോ ചിന്തിക്കുന്നു എന്നുള്ളതല്ല. വ്യവസ്ഥാപിതമായി ആനുകാലിക വിശകലനത്തിനുള്ള സംവിധാനങ്ങൾ തന്നെയുണ്ട് എന്നും അത് ലോകത്തോട് നിലപാടുകളായി വിളിച്ചു പറയാനുള്ള പാർട്ടി സംവിധാനങ്ങൾ ഉണ്ടെന്നും ഇവിടെ ജില്ലാ സെക്രട്ടറി ജമാഅത്തെ ഇസ്ലാമിയുടെ സവിശേഷതകളെ കുറിച്ച് കുറഞ്ഞ വാചകങ്ങളിൽ നിങ്ങളോട് ഒരു ആമുഖ പ്രഭാഷണത്തിലൂടെ പറഞ്ഞപ്പോ അദ്ദേഹം അതിൽ പരാമർശിച്ച ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളോടും സംവദിക്കാനുള്ള, എല്ലാവരെയും സംഘാടനം നടത്താനുള്ള സംഘടനാ സംവിധാനം ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട് എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സ്റ്റേറ്റുകളിലും വ്യവസ്ഥാപിതമായ സംഘടനാ സംവിധാനമുള്ള പ്രസ്ഥാനമാണ്. അത് കേരളത്തിൽ ഒതുങ്ങുന്ന ഒരു പ്രസ്ഥാനമല്ല. കേരളത്തിൽ തന്നെ മൊത്തം കേരളം എന്ന് പറഞ്ഞതിന് ശേഷം ഉത്തര കേരളത്തിൽ ഒതുങ്ങുന്ന പ്രസ്ഥാനവുമല്ല. അത് യഥാർത്ഥത്തിൽ തന്നെ ഒരു അഖിലേന്ത്യാ പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരു അഖിലേന്ത്യാ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രയോഗം ഇന്ത്യൻ കോഫി ഹൗസ് എന്ന പ്രയോഗം പോലെയല്ല. അത് ഇന്ത്യയിൽ എല്ലായിടത്തും വ്യവസ്ഥാപിതമായ ഔട്ട്ലെറ്റുകളുള്ള ഒരു സംവിധാനത്തിന്റെ പേരല്ല. അതൊരു കുറച്ച് കടകളുള്ള ഒരു ചെറിയ ഒരു സംവിധാനത്തെ പറ്റിയുള്ള ഒരു വലിയ പ്രയോഗം മാത്രമാണ്. ഞാൻ ആ സംവിധാനത്തെ ചെറുതാക്കാനല്ല, പ്രയോഗങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കേന്ദ്ര പ്രതിനിധി സഭയിൽ എല്ലാ സ്റ്റേറ്റുകളിലെയും ജമാഅത്ത് പ്രവർത്തകരായ അംഗങ്ങളുടെ അതിന്റെ ഘടനയിലെ അടിസ്ഥാന മെമ്പർമാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു സംഘടന, ഒരു സംവിധാനമാണ് കേന്ദ്ര പ്രതിനിധി സഭ. ആ പ്രയോഗം തന്നെ പറയുന്നത് പോലെ പ്രതിനിധികളുടെ സഭയാണത്. അതിൽ കേരളത്തിൽ നിന്ന് 26 പേരാണുള്ളത് എന്ന് അതിലെ ഒരു മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ആ കേന്ദ്ര പ്രതിനിധി സഭ എന്ന് പറയുന്ന വേദിയിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിനിധീകരിച്ച് 26 പേരാണുള്ളതെങ്കിൽ 140ലധികം ആളുകൾ ഉള്ളതാണ് ആ വേദി എന്നറിയുമ്പോ ഈ പ്രാതിനിധ്യ സ്വഭാവത്തിൽ ഇന്ത്യ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വൈപുല്യം അതിൽ നിന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. ഞാനിത് പറയുന്നത് ഇതൊരു വലിയ പ്രസ്ഥാനമാണ് എന്ന് പറയാൻ വേണ്ടിയല്ല. ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ തലങ്ങളുടെയും നാഡീമിടുപ്പുകളെ മനസ്സിലാക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് ചിന്തിച്ചാൽ ഇന്ത്യ മനസ്സിലാക്കാൻ കഴിയുകയില്ല. കേരളം വേറെ ഒരു സ്വഭാവമുള്ളതാണ്. ഗൾഫ് പണത്തിന്റെ വിദേശ സമ്പത്തിന്റെ സാന്നിധ്യം കൊണ്ട് ധന്യമായ വളരെ അനുഗ്രഹീതമായ ഒരു പ്രദേശമാണ് കേരളം. ഇവിടെ സൗഹാർദ്ദം കളിയാടുന്നത്, ഇവിടെ സാഹോദര്യം നിലനിൽക്കുന്നത് ഏതെങ്കിലും ആളുകളുടെ സാന്നിധ്യം കൊണ്ടല്ല. അത് കേരളത്തിന്റെ ഒരു സംസ്കാരമാണ്. കേരളത്തിന്റെ പാരമ്പര്യം അതാണ്. ആ പൈതൃകത്തെ തകർക്കാൻ വരെ ഇന്ന് കൊണ്ടുപിടിച്ച ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് കേരളത്തിൽ നിന്ന് ചിന്തിച്ചാൽ ഇന്ത്യയെ മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്ന ഒരു വലിയ പ്രസ്താവനയാണ്. അതിനെപ്പറ്റി തന്നെ വേണമെങ്കിൽ ഒരുപാട് പറയാം. കേരളത്തിന് പുറത്തൊരു ഇന്ത്യയുണ്ട് എന്ന് നിങ്ങൾ അറിയണം. ആ കേരളത്തിന് പുറത്തുള്ള ഇന്ത്യ അത് തമിഴ്നാട്ടിലോ കർണാടകയിലോ പോയാൽ പോലും മനസ്സിലാകില്ല. കുറച്ചുകൂടി അങ്ങോട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വിഭജനത്തിന്റെ ആഘാതങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരു ഇന്ത്യ, വിഭജനത്തിന്റെ വില കൊടുക്കേണ്ടി വന്ന ഒരു ഇന്ത്യ, വിഭജനത്തോടെ അനാഥമാക്കപ്പെട്ട ഒരു ഇന്ത്യ. ഇതുപോലെ പോകുന്ന ഇലക്ട്രിക് ലൈനുകളുടെ താഴെ അതിൽ നിന്ന് നേർക്ക് നേരെ കമ്പി കൊളുത്തി എന്നിട്ട് എങ്ങനെയോ ഈ ടേപ്പ് റെക്കോർഡ് വായിച്ചുകൊണ്ട് ചൂടികൊണ്ട് മടഞ്ഞുണ്ടാക്കിയ കട്ടിലിൽ മലർന്നു കിടന്ന് മേലെ ആകാശം താഴെ ഭൂമി എന്ന മട്ടിൽ അവിടെ ഒരു കൊതുക് തിരിയും കത്തിച്ചു വെച്ചിട്ട് അത്താഉല്ലാ ഖാന്റെ വാപ്പന ഗസലുകളും കേട്ട് കിടക്കുന്ന ഒരു ജനതയെ നിങ്ങൾക്ക് ഡൽഹിയുടെ തെരുവുകളിൽ കാണാൻ കഴിയും. അങ്ങനത്തെ ചേരികളിലും ചാളകളിലും ചെറ്റക്കുടിലുകളിലും കഴിയുന്ന കോടിക്കണക്കിന് ജനങ്ങളുള്ളതാണ്. വിമാനത്തിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തന്നെ സമയമില്ലാത്ത പ്രധാനമന്ത്രിയെ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യ എന്നറിയുമ്പോ അതൊരു വലിയ അറിവാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഒരിക്കൽ നമ്മുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പറ്റിയാണ് പറയുന്നത്, അല്ലാതെ ഏതോ ടൂറിസ്റ്റിനെ കുറിച്ചല്ല. അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ പാർലമെന്റിന്റെ അദ്ദേഹത്തിന്റെ സീറ്റിലിരിക്കുമ്പോ അദ്ദേഹം ഇങ്ങനെ ചുറ്റുപാടും തപ്പി നോക്കുന്നുണ്ടത്രേ. അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം അധിക സമയത്തും വിമാനത്തിലായതുകൊണ്ട് സീറ്റ് ബെൽറ്റ് നോക്കുകയാണ്. പാർലമെന്റിന്റെ സീറ്റിലിരിക്കുമ്പോഴും സീറ്റ് ബെൽറ്റ് തപ്പുന്ന ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ദരിദ്ര നാരായണന്മാരുടെ സ്ഥിതിവിശേഷത്തെ കുറിച്ച് എന്തറിയും എന്നതൊരു വലിയ പ്രശ്നമാണ്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോ അങ്ങനെ കടക്കുകയല്ല. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഇന്ത്യയെ മനസ്സിലാക്കി
മനസ്സിലാക്കുക എന്നത് ഒരു വലിയ കാര്യമാണ് നിലപാടുകൾ എടുക്കുമ്പോൾ. പക്ഷേ കേരളത്തിൽ മാത്രം ജീവിക്കുന്നവർക്ക്, കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്നവർക്ക്, കേരളത്തിന്റെ അജണ്ട മാത്രമുള്ളവർക്ക് ഇന്ത്യയെ അറിയേണ്ട വല്ല ആവശ്യവുമുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് വിഷൻ 2016 എന്ന് പറഞ്ഞാൽ 2016 വരെയുള്ള ഒരു കാലത്തിന്റെ ഉള്ളിൽ ഇന്ത്യ രാജ്യത്ത് ഒരു ലക്ഷ്യത്തിലെത്തിക്കുവാൻ വേണ്ടി ഏകദേശം 10-12 വർഷം മുമ്പ് രൂപകൽപ്പന ചെയ്ത കർമ്മപരിപാടിയെ പോലെയുള്ളതിന്റെ അവതരണത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് കാതോർക്കാൻ നിങ്ങൾക്ക് ാൽ അപ്പൊ മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം ദുർബലമാണ് നമ്മുടെ രാജ്യമെന്ന്. അത് വിഭജനത്തിന് നമ്മൾ കൊടുത്ത വിലയാണ്. വർഗീയത നമുക്ക് നേടിത്തന്ന സംഭാവനയാണ്. ഹിന്ദുവും മുസ്ലിമും ഒന്നിച്ചു നിൽക്കുന്നതിന് പകരം തമ്മിൽ തല്ലാൻ തീരുമാനിച്ചാൽ എന്തു സംഭവിക്കും എന്നതിന്റെ ഒരിക്കൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കഥയാണ് ഇന്ത്യ എന്ന് പറയുന്ന. അതിന്റെ എല്ലാ ദൈന്യതയും നിങ്ങൾക്ക് കാണാം, എല്ലാ ദൈന്യതയും നിങ്ങൾക്ക് കാണാം. നിങ്ങൾ വലിയ വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ പോയിട്ട് അവിടുത്തെ മെട്രോ ട്രെയിനുകളിൽ യാത്ര ചെയ്തിട്ട് ആ പോയ വാഹനത്തിൽ പതിയെ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ ഇത് കാണുകയില്ല. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ നിലകൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ്. നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോകൂ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഗ്രാമങ്ങളിലേക്ക് ചെന്നാൽ എന്താണ് അവിടുത്തെ മനുഷ്യന്റെ അവസ്ഥ എന്ന് നിങ്ങൾക്ക് അപ്പോൾ കാണാൻ കഴിയും. ഉടുതുണിക്കും മറുതുണിയില്ലാത്ത എന്നത് അക്ഷരാർത്ഥത്തിൽ തന്നെ പുലരുന്ന വളരെ പതിതമായ അവസ്ഥയിൽ 10,000-ങ്ങളോ കോടികളോ ആയ മനുഷ്യർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യ. ഇങ്ങനെ ഒരു രാജ്യമുണ്ട്. അപ്പൊ ദാരിദ്ര്യം നമ്മളുടെ ഒരു വലിയ വിഷയമാണ്. തൊഴിലില്ലായ്മ നമ്മളുടെ വേറെ ഒരു വിഷയമാണ്. ഇങ്ങനെ ഒരുപാട് അടിസ്ഥാന പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഈ രാജ്യത്തിലെ ജനങ്ങളെ ഒരു 100 ആളെ എടുത്താൽ ഒരാൾക്ക് മാത്രമുള്ളതാണ് ലാൻഡ് ഫോൺ എന്ന് മുമ്പ് ഒരു കണക്ക് വന്നിരുന്നു. ഇപ്പൊ മൊബൈൽ ഫോണുകൾ ഇത്ര വ്യാപകമായ കാലത്ത് പോലും ഈ നൂതനമായ ഒരു സംവിധാനത്തിന്റെയും ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ പല കാരണങ്ങളാലും സാധ്യമല്ലാത്ത 10 കോടികളെ ഈ രാജ്യത്ത് കാണാം. ഞാനിതൊക്കെ പറയുന്നത് ഇങ്ങനത്തെ ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ അജണ്ട എന്താണ്? പ്രിയ സഹോദരന്മാരെ, അങ്ങനെ നമ്മൾ ഈ രാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ദാരിദ്ര്യം, പട്ടിണി, തൊഴിലില്ലായ്മ, സാമൂഹികമായ പിന്നാക്കാവസ്ഥ, ജാതീയമായ വിവേചനങ്ങൾ, ഇങ്ങനെ തുടങ്ങി കുറെ പ്രശ്നങ്ങൾ നമുക്ക് കാണാം. ഈ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായി, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നം, ഇതാണ് ജനങ്ങളുടെ പ്രശ്നം. ഈ പ്രശ്നങ്ങളാണ് പലപ്പോഴും ഈ രാജ്യത്തെ അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമായി വർദ്ധിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ പ്രധാനമന്ത്രി വിവിധ രാജ്യങ്ങളിൽ പോയിട്ട് സ്റ്റേജ് ഷോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ പ്രശ്നങ്ങളെ കുറിച്ചാണോ അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഇന്ന് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളെ, യഥാർത്ഥത്തിൽ മനുഷ്യരെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതും ഈ രാജ്യത്തെ ശക്തിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നതും മനുഷ്യരോട് സ്നേഹമുള്ളവരുമായ ആളുകൾ നിർണയിച്ച് കണ്ടെത്തി പരിഹാരം കാണാൻ പരിശ്രമിക്കേണ്ടതായ പ്രശ്നങ്ങളെ അവഗണിക്കുകയും യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളല്ലാത്ത മറ്റു പലതിനെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നവരുടെ കയ്യിലാണ് ഇന്ന് ഈ രാജ്യത്തിന്റെ കടിഞ്ഞാണുള്ളത് എന്നതാണ് ആനുകാലിക സംഭവങ്ങളിലെ ഏറ്റവും ഗുരുതരമായ രണ്ടാമത്തെ വിഷയം. ഒന്നാമത്തത് ഞാൻ മാധ്യമ രംഗത്തെ അട്ടിമറികളുടെയും ഇടപെടലുകളുടെയും അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. അതിന്റെ ഉദാഹരണങ്ങളിലേക്ക് ബോധപൂർവം കടക്കാതിരുന്നതാണ്. അങ്ങനെ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഈ ചർച്ച ധാരാളമായിട്ട് നീണ്ടുപോകും എന്ന് ഞാൻ ഭയപ്പെടുന്നത് കൊണ്ട്. അപ്പോൾ ഫാഷിസം എന്ന് പറയുന്നത് അതിനെ പറ്റിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ന് ഒരു ക്യാബിനറ്റിന്റെ അതിന്റെ ഒരു മുന്നിൽ നിർത്തപ്പെട്ട ഒരാളല്ല. ഫാഷിസത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് പൈഡ് പൈപ്പറുടെ കുഴൽവിളി എന്ന് നിങ്ങൾ കേട്ടിരിക്കും. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. പൈഡ് പൈപ്പർ എന്ന് പറയുന്ന ഒരാൾ ആകർഷകമായിട്ട് കുഴൽ വിളിച്ചത്രേ. ആ മനോഹരമായ കുഴൽവിളിയിലൂടെ ഹരം കൊള്ളിച്ച് ആയിരക്കണക്കിന് എലികളെ ആവേശം കൊള്ളിച്ച് പുഴയിൽ കൊണ്ടുപോയി മുക്കിക്കൊന്നു എന്നതാണ് കഥ. എന്ന് പറഞ്ഞാൽ പിന്നീട് അതിന്റെ ആ ഒരു അവസ്ഥയിൽ അവരെ കുറിച്ച് ചിന്തിക്കാനാവുന്നില്ല. ഒരു വൈകാരികമായ ഒരു വിശേഷമാണ്, അവസ്ഥാവിശേഷമാണ് ഫാഷിസം. ഭ്രാന്തമായ ഒരു മാനസികാവസ്ഥയിലേക്കാണ് അത് മനുഷ്യനെ നയിക്കുന്നത്. അവിടെയാണ് ഒരു മനുഷ്യനെ തന്റെ വീട്ടിൽ ഫ്രിഡ്ജിൽ എന്താണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെ തല്ലിക്കൊല്ലുവാൻ പ്രേരിപ്പിക്കുന്ന അതിന്റെ ഒരു മാസ് സൈക്കോളജി. അതാണ് ഒരു ഭ്രാന്തമായ അഭിനിവേശം എന്ന് പറയുന്നത്.
ഈ ഒരു രീതിയിൽ ഇന്ത്യ രാജ്യത്ത് ഇന്ന് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ക്യാബിനറ്റ് മന്ത്രിമാർക്കൊന്നും ഇപ്പൊ വലിയ വിലയൊന്നുമില്ല. നമ്മൾ പണ്ട് ശീലിച്ചതും കണ്ടതുമല്ല ഇന്ന് നമ്മുടെ കേന്ദ്രത്തിൽ നടക്കുന്നത്. ഒറ്റ വാക്കിൽ നമ്മുടെ കേന്ദ്ര ക്യാബിനറ്റിനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ ഞാൻ പറയും, ഒരു മസ്തിഷ്കവും കുറെ ഉദരങ്ങളും എന്നതായി പോയിരിക്കുന്നു നമ്മുടെ ക്യാബിനറ്റിന്റെ അവസ്ഥ എന്ന്. അതുകൊണ്ട് തീരുമാനങ്ങളൊക്കെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നു. ആ കേന്ദ്രം ഒരേ കേന്ദ്രമാകുന്നു. ആ കേന്ദ്രങ്ങൾക്ക് തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ വഴികളും വെളിച്ചവും കൊടുക്കുന്നത് കുറച്ച് കുറച്ച് കുത്തക കമ്പനികളോ കോർപ്പറേറ്റുകളോ ആകുന്നു എന്ന് വരുന്നു. അവർ അജണ്ടകൾ തീരുമാനിക്കുന്നു, അവർ ചരട് വലിക്കുന്നു, അതിനനുസരിച്ച് പാവക്കൂത്ത് പോലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവിടെ പൂർണ്ണമായിട്ടും അവഗണിക്കപ്പെടുന്നു. ജാതീയതയുടെ വിഭാഗീയതകളിലും വിവേചനങ്ങളിലും ബലികൊടുക്കപ്പെടുന്ന മനുഷ്യന്റെ വേദന അതിവിടെ വിഷയമാകാതെ ആകുന്നു. അതേസമയം ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിളിച്ചു പറയുന്നതിന്റെ അല്ല, ന്യായമായ ഒരു എഴുത്തുകാരന്റെ അവകാശങ്ങളെ അതിന്റെ എല്ലാ മര്യാദകളും പാലിച്ച് ഉപയോഗപ്പെടുത്തിയാൽ പോലും ഈ രാജ്യത്ത് ജീവിക്കുക സാധ്യമല്ല എഴുത്തുകാർക്ക് എന്ന അവസ്ഥയിൽ വരുന്നു. എന്നിട്ട് എഴുത്തുകാരോ ശാസ്ത്രജ്ഞന്മാരോ ബുദ്ധിജീവികളോ അവാർഡുകളും അംഗീകാരങ്ങളും തിരിച്ചേൽപ്പിച്ചുകൊണ്ട് പ്രതികരിക്കുന്നിടത്തോളം ആ സംഭവഗതികൾ ഈ അടുത്ത് നമ്മുടെ ലോകത്തിന്റെ മുമ്പിൽ അരങ്ങേറി. ഇന്ത്യ എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ അസഹിഷ്ണുതയുടെ പര്യായമായിട്ട് മാറി. നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം എന്താണ്? ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങളുടെ ഏകത്വമാണ് ഇന്ത്യയുടെ സവിശേഷത. ഏത് കാഴ്ചപ്പാടിൽ നിങ്ങൾ നോക്കൂ. ഇപ്പൊ നമ്മളിവിടെ മലയാളം സംസാരിക്കുന്നു. ഇന്ന് പണ്ടത്തേതുപോലെയല്ല. നമ്മുടെ വീടുകളിൽ ഒരു ജോലിക്ക് ആളെ നിർത്തണമെങ്കിൽ, 1-2 ആളുകളെ വരുത്തണമെങ്കിൽ ഒരു 4 ഭാഷ നമുക്കറിയണം. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല. അങ്ങനെയാണ്. അപ്പോ മറ്റു ഭാഷക്കാര് ഇത് അന്യദേശക്കാരല്ല. നമ്മൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയാറുണ്ട്. അവരൊന്നും അന്യരല്ല. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണ് എന്ന് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ വെച്ച് പഠിക്കുന്ന പ്രതിജ്ഞയുണ്ടല്ലോ. ആ പ്രതിജ്ഞ പ്രകാരം നമ്മുടെ സഹോദരങ്ങളാണ് ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ട് ഇവിടെ വന്നവർ. അവർ എന്തൊക്കെ ഭാഷയാ സംസാരിക്കുന്നത്? അതൊക്കെ ഇന്ത്യയുടെ ഭാഷയാണ്. അപ്പൊ മലയാളം ഒരു കൊച്ചു സംസ്ഥാനത്തിന്റെ ഭാഷയാണ്. പിന്നെ അതിൽ തെലുങ്ക്, കന്നഡ, തമിഴ്, അങ്ങനെ ആസാമി, പഞ്ചാബി, സിന്ധി, ഗുജറാത്തി, അങ്ങനെ പോകുന്നു ഇന്ത്യ. ഇതാണ് ഇന്ത്യ. അപ്പൊ ഭാഷാപരമായിട്ട് ഇന്ത്യക്ക് ഒരു ഏക രാജ്യം എന്ന അർത്ഥത്തിൽ ഒരു നിലനിൽപ്പേ ഇല്ല. ഭാഷാപരമായിട്ട് വൈവിധ്യമാണ്. ആര് നോക്കിയാലും എപ്പോ വേണമെങ്കിലും തെറ്റിപ്പിരിയാം എന്ന മട്ടിലാണ് ഭാഷകളുടെ നിൽപ്പ് എന്ന് നിങ്ങൾക്ക് കാണാം. ഭൂമിശാസ്ത്രപരമായിട്ട്, കാലാവസ്ഥാപരമായിട്ട് ഇന്ത്യ വളരെയധികം വൈവിധ്യങ്ങളിൽ മാത്രമല്ല വൈരുദ്ധ്യങ്ങളിലാണ്. ഒരു ഭാഗത്ത് വരൾച്ച, മറുഭാഗത്ത് കൊടിയ തണുപ്പ്, ഇങ്ങനെ പോകുന്നു ഇന്ത്യയുടെ അവസ്ഥ. അപ്പൊ വെള്ളക്ഷാമം കൊണ്ട് ജനത പൊറുതിമുട്ടുമ്പോ തണുപ്പ് കൊണ്ട് സായികെട്ട് മരിക്കുന്നു മനുഷ്യൻ ഒരൊറ്റ രാജ്യത്തിനകത്ത് എന്ന് നിങ്ങൾ അറിയണം. അപ്പൊ കാലാവസ്ഥാപരമായിട്ട് ഇന്ത്യക്ക് ഏകതയില്ല. വിശ്വാസപരമായിട്ട് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും തുടങ്ങി എത്ര മതവിശ്വാസങ്ങളും ആചാരങ്ങളും സമ്പ്രദായങ്ങളുമാണ് ഈ രാജ്യത്ത്. അതുകൊണ്ട് വിശ്വാസപരമായിട്ട് ഇന്ത്യക്ക് ഏകതയില്ല. പക്ഷേ ഭാഷാപരമായിട്ട് ഇന്ത്യ ശിഥിലമായിട്ടില്ല. കാലാവസ്ഥാപരമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളും ഉണ്ടായിട്ടില്ല. മതപരമായ ഏറ്റുമുട്ടലുകളിലൂടെ ഈ രാജ്യത്തെ തുണ്ടമാക്കാൻ ആര് ശ്രമിച്ചാലും ഇന്ന് വരെ അവരതിൽ വിജയിച്ചിട്ടില്ല. അഖണ്ഡ ഭാരതം എന്ന പേരിൽ ഈ മഹാരാജ്യം ഒന്നിച്ചു നിന്നുവെങ്കിൽ അതൊരു അത്ഭുതമാണ്. അത് ലോകത്തിന്റെ മുമ്പിൽ അത്ഭുതമാണ്. അത് നൽകുന്ന സന്ദേശം അസഹിഷ്ണുതയുടേതല്ല, വിശാലമായ സഹിഷ്ണുതയുടെ പാരമ്പര്യമാണ്. ഫാസിസ്റ്റുകൾ രാജ്യത്തെ നന്നാക്കാൻ വന്നവരും രാജ്യസ്നേഹത്തിന്റെ കണ്ട കോലങ്ങളുമാണെന്ന് പറയുമ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് രാജ്യം ലോകത്തിന്റെ മുമ്പിൽ നാണം കെട്ടത് എന്ന് നിങ്ങൾ ഓർക്കണം. അതാണ് ദേശീയവര് ഒന്നാക്കണം എന്ന് പറയുന്നവരാണ് ഇതിനെ രണ്ടാക്കാൻ പരിശ്രമിക്കുന്നവർ എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പൊ ഈ രാജ്യങ്ങൾ ഇവിടെ ചേരിചേരാ ഒരു നിലപാട് നമുക്കുണ്ടായി. മുമ്പ് ചേരിചേര എന്ന് പറയുന്നത് ലോകവൻശക്തികൾ ഉണ്ടായിരുന്ന കാലത്താണ്. മർഹൂം സോവിയറ്റ് യൂണിയൻ ഒരു വശത്തും അമേരിക്ക മറുവശത്തും ഉണ്ടായിരുന്ന കാലത്ത് രണ്ട് ചേരിയിലും ചേരാതെ നിലനിന്ന ഇന്ത്യയുടെ അന്തസ്, എല്ലാത്തിനെയും ഒത്തൊപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഇന്ത്യയുടെ ആ പാരമ്പര്യം, അതിൽ കലാകാരന്മാരുടെ, ബുദ്ധിജീവികളുടെ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ, ഗാന്ധിജിയെ പോലെയുള്ള മനുഷ്യനെ മുന്നിൽ നിർത്തിക്കൊണ്ട്, നെഹ്റുവിനെയും ആസാദിനെയും അതോടൊപ്പം പട്ടേലിനെയും കൂടെ നിർത്തിക്കൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോയി എന്ന് പറയുന്ന അത്ഭുതം, അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം. ആ പാരമ്പര്യം ലോകം പ്രകീർത്തിച്ച പാരമ്പര്യമാണ്. ആ പാരമ്പര്യം എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെട്ട പാരമ്പര്യമാണ്. ലോകത്തിലേക്ക് സൗഹാർദ്ദം അനിയന്ത്രിതമായി കയറ്റി അയച്ച,
പങ്കുവെപ്പിന്റെ സംസ്കാരം ലോകത്തോട് ഒരു തിയറി ആയിട്ടല്ല, പ്രാക്ടിക്കലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സിദ്ധാന്തമായിട്ടല്ല, ഒരു അനുഭവമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന പാരമ്പര്യമുള്ള ഒരു രാജ്യത്ത് അസഹിഷ്ണുക്കളാണ് ഇന്ത്യക്കാർ എന്ന ഒരു ഖ്യാതി, എന്ന ഒരു ചീത്തപ്പേര്, ഒരു അപഖ്യാതി ഉണ്ടാക്കിയെങ്കിൽ അതിനേക്കാൾ വലിയ രാജ്യദ്രോഹം മറ്റെന്താണ്? അതുകൊണ്ട് ഞാൻ പറയുന്നത് കാര്യം വളരെ ഗൗരവത്തോടെ നമ്മൾ വിലയിരുത്തണം. ഈ രാജ്യത്തെ തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരുടെ മുമ്പിൽ കയ്യിൽ രാജ്യത്തിന്റെ കടിഞ്ഞാണെത്തി എന്ന് പറയുമ്പോ അതിനേക്കാൾ വലിയ, നമ്മൾ പറയും കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്തു എന്ന്, അല്ലെങ്കിൽ കുറുക്കന്റെ കയ്യിൽ കോഴിയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു എന്നതിനേക്കാൾ അപകടകരമായ വല്ല ചൊല്ലും വേറെയുണ്ടെങ്കിൽ അത് ഫിറ്റാക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഇന്ന് രാജ്യം എത്തിയിരിക്കുകയാണ്. എന്നിട്ടിപ്പോ നമുക്ക് കാണാൻ പറ്റും, നേരത്തെ ഞാൻ വർഗീയതയെ അല്ലെങ്കിൽ ജാതീയ വിഭാഗീയതകളുടെ കാര്യം പറഞ്ഞു, എഴുത്തുകാരോടുള്ള അസഹിഷ്ണുതയുടെ വിഷയത്തിലേക്ക് സൂചന നൽകി. അവിടെയൊന്നും ഇത് തീർന്നില്ല. ബീഫിന്റെ വിഷയം വന്നു, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പൊ ഓരോ പ്രശ്നങ്ങൾ വന്ന് ഭാഷ ഒരു പ്രശ്നമായി മാറുകയാണ്. മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സവർണ ഫാഷിസത്തിന്റെ മുഖമുദ്ര ഒരൊറ്റ പ്രയോഗത്തിൽ നിങ്ങൾക്ക് കാണാം, അസ്ക്യത. അത് ബ്രാഹ്മണിസത്തിന്റെ, ഈ സവർണ ഫാഷിസത്തിന്റെ ഒരു തരത്തിലുള്ള എല്ലാ അസുഖങ്ങളെയും പ്രകടമാക്കുന്ന ഒരു പ്രയോഗമാണ് അസ്ക്യത. മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നിട്ട് തെരുവിൽ വിവരമുള്ള ആളുകൾ എന്ന് പറയുന്നത് ഓരോരുത്തരും അവരവർക്ക് തോന്നിയത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ മന്ത്രിമാരുണ്ട്, അതിൽ MP-മാരുണ്ട്. ഓരോരുത്തരും ഓരോ സന്ദർഭത്തിലും നടത്തുന്ന പ്രസ്താവന ഞാനിവിടെ ഉദ്ധരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. അത് നമ്മൾ ഓരോ സന്ദർഭത്തിലും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണം. ആരോടാണ് ഈ പറയുന്നത്? പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടി തന്നെ പോരാട്ടങ്ങളും കലാപങ്ങളും ഉണ്ടായ സന്ദർഭത്തിൽ ഈ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും ഇവിടെ നിന്ന് പോകുകയില്ലെന്ന് തീരുമാനിച്ചതിന്റെ പേരിൽ ഇന്ത്യയിൽ അവശേഷിച്ച ആളുകളുടെ മക്കളോടും പേരക്കുട്ടികളോടും പാകിസ്ഥാനിലേക്ക് പോയിക്കോ എന്ന് പറയുന്നത് ഭരണാധികാരികളും രാഷ്ട്രീയ പ്രതിനിധികളും രാഷ്ട്രത്തലവന്മാരുമാകുമ്പോ ഒരു പ്രധാനമന്ത്രി അത് കണ്ടില്ലെന്ന് നടിക്കുമ്പോ അത് ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിന് ഏൽപ്പിക്കുന്നത് അന്തസ്സാണോ ക്ഷതമാണോ? ഇതാണ് വിഷയം. ഇത് നിസ്സാരമായ കാര്യമല്ല. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് പോയിക്കോ. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടു. ഇവിടെ ഇപ്പൊ നമ്മുടെ പാർലി സെക്രട്ടേറിയറ്റിൽ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് അറബി സർവകലാശാലയെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച വന്നപ്പോ നമ്മുടെ ഒരു ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ അറബി സർവകലാശാലയുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ സാമുദായിക സ്പർദ്ധക്കിടവരുത്തും എന്ന് അടിക്കുറിപ്പ് എഴുതിയത് വിവാദമായത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. നമുക്കങ്ങനെ ഒരു വിവരമുണ്ടോ? ഭാഷയ്ക്ക് ജാതിയും മതവും ഉണ്ടോ? നമ്മളങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ഭാഷയ്ക്ക് വരെ ജാതിയും മതവും തീരുമാനിക്കുന്നവന്റെ വിദ്യാഭ്യാസവും സംസ്കാരവും എന്ത് എന്നതിലാണ് നമ്മുടെ സംശയം. അപ്പൊ ഭാഷ എന്ന് പറയുന്നത് അങ്ങനെയാണ്. പറയപ്പെട്ടിട്ടുണ്ട്, മുമ്പൊരിക്കൽ ബോംബെ പട്ടണത്തിൽ ഒരു ഫാസിസ്റ്റ് നേതാവ് ഉറുദു ഭാഷയ്ക്കെതിരെ ഉറുദുക്കോ പാകിസ്ഥാൻ മേപ്പേച്ചോ, ഉറുദുവിനെ ഇവിടെ വെച്ചേക്കല്ലേ പാകിസ്ഥാനിലേക്ക് പറഞ്ഞേക്കണം. ഒക്കെ പറഞ്ഞേക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ പാകിസ്ഥാൻ ഏതാണ്ട് അതിന് എന്ത് വേസ്റ്റും നിക്ഷേപിക്കാൻ പറ്റിയ ഒരു നിലവാരത്തിൽ അങ്ങനെ ഒരു രാജ്യം രൂപപ്പെട്ടു വന്നതിന് തന്നെ ഈ ഫാഷിസമാണ് ഉത്തരവാദി എന്നാണ് എന്റെ അഭിപ്രായം. എന്നിട്ട് പിന്നെ മുഴുവൻ അങ്ങോട്ട് പറഞ്ഞയക്കുന്ന മത്സരത്തിലാണ് ഇപ്പോൾ ഇവരുള്ളത്. എന്ത് പറഞ്ഞാലും ഒന്ന് ബീഫ് തിന്നണമെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകണം, വന്ദേമാതരം പാടാതിരിക്കണമെങ്കിൽ അങ്ങോട്ട് പോകണം, വിശ്വാസ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ അങ്ങോട്ട് പോകണം. അങ്ങനെ തുടങ്ങിയിട്ട് ഏത് വിഷയത്തിനും പാകിസ്ഥാനിലേക്ക് പോയിക്കോ എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘടനയുടെ ഒരു ഉത്തരവാദപ്പെട്ട നേതാവ് കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് വർഗീയ ഭ്രാന്ത് തലയ്ക്ക് പിടിച്ചിട്ട് ബോംബെയിൽ പ്രസംഗിച്ചത്രേ ഉറുദുക്കോ പാകിസ്ഥാൻ മേപ്പേച്ചോ, അങ്ങനെ ഒരു പലതും പറഞ്ഞു. കൃഷ്ണസ്തംഭ് എന്നാണ് കുത്തബ് മീനാറിന്റെ ശരിയായ പേര്, അല്ലാതെ അത് കുത്തബ് മീനാർ അല്ല എന്ന് തുടങ്ങിയിട്ട് പുലഭ്യം പല ഭ്രാന്തും വിളിച്ചു പറഞ്ഞ് അങ്ങനെ പ്രകോപനപരമായ പ്രസംഗം നടത്തി. പ്രസംഗം മുറുകിയപ്പോ അതിൽ ഹരം കൊണ്ട ചില ആളുകൾ, അദ്ദേഹത്തിന്റെ ഗുണകാംക്ഷിയോ സഹായികളോ ആയ ആളുകൾ ഈ നേതാവിന്റെ പേരും ചേർത്തിട്ട് അയാൾക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ചത്രേ. അയാൾക്ക് വേണ്ടി സിന്ദാബാദ് വിളി മുറുകിയപ്പോ അയാൾ ചൂടായി. ഖത്തം കരോ, നിർത്തടാ മുദ്രാവാക്യം വിളി. എന്താ കാര്യം? ഞാൻ പ്രസംഗിക്കുന്നത് ഉറുദുവിനെതിരിലാണ്, നിങ്ങളുടെ ഈ സിന്ദാബാദ് ഉറുദുവാണ്. അപ്പൊ സിന്ദാബാദ് ഉറുദുവാണ് എന്നത് മാത്രമല്ല, ഇൻകിലാബ് അറബി പ്രയോഗമാണ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരന്റെ എല്ലാ വിപ്ലവത്തിന്റെയും ചൂടും ചുണയും ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നതിന് അന്തരീക്ഷത്തിൽ മുഷ്ടി ചുരുട്ടി ഉയർത്തുന്ന മുദ്രാവാക്യമുണ്ടല്ലോ, ഇൻകിലാബ് സിന്ദാബാദ്. അതിലെ ഇൻകിലാബ്, അതിനെപ്പറ്റിയാണ് ഈ പറയുന്നത്. ഇൻകലബ യൻകലിബു ഇൻകിലാബ്, അത് അറബി പ്രയോഗമാണ്. നോക്കൂ നിങ്ങൾ, കേരളത്തിൽ എങ്ങനെ
അറബി ഭാഷയുടെ സ്വാധീനമുണ്ടായി. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സജീവമായ ഒരു പ്രയോഗം അറബി ഭാഷയുടെ സംഭാവനയാണെന്ന് പറയുമ്പോൾ അത് മുസ്ലിം സംസ്കാരത്തിന്റെ സ്വാധീനമാണ്. ആരെന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല, അത് മുസ്ലിം സംസ്കാരത്തിന്റെയും അറബി ഭാഷയുടെയും സ്വാധീനമാണ്. കാരണം ഭാഷയ്ക്ക് ജാതിയും മതവുമില്ല. ഈ വിവരം കെട്ടവന്മാർക്ക് അതറിയില്ല. എന്നിട്ട് ഉറുദുക്കോ പാകിസ്ഥാൻ സിന്ദാബാദ് സിന്ദാബാദ് എന്ന് രാഷ്ട്രീയക്കാരൻ വിളിക്കുമ്പോ അത് ഉറുദുവിന്റെയും അറബിയുടെയും സുമോഹനമായ സമ്മേളനമാണ്. അറബിയുടെയും ഉറുദുവിന്റെയും ചേർന്ന ഒരു പ്രയോഗമാണ്. ഇവിടത്തെ രാഷ്ട്രീയ പരിവർത്തനത്തിന്റെ എല്ലാ ഗർജനങ്ങളുടെയും അന്തർധാര എന്ന് വരുമ്പോ ഭാഷയ്ക്ക് ജാതിയും മതവും ഉണ്ടോ? ഇങ്ങനത്തെ ഒരു രാജ്യം, അതാണ് ഇന്ത്യ രാജ്യത്തിന്റെ സവിശേഷത. എല്ലാം കൂടി ചേർന്നുകൊണ്ട് പരസ്പരം പോഷിപ്പിച്ച് എല്ലാ നന്മകളെയും സംശീകരിച്ച്, അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം. ഇന്ത്യ രാജ്യത്ത് ഇവിടെ പറന്നു വീണ മതങ്ങളുണ്ട്. വിദേശ മതങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ നന്മയെ സ്വീകരിക്കുന്നതിൽ നമുക്ക് ഒരു ദേശീയതയുടെ ഭ്രാന്തും നമ്മളുടെ മുൻഗാമികളെ പിടികൂടിയിട്ടില്ല. നന്മയെ സംശീകരിക്കുന്നതിൽ വർഗീയതയുടെയോ വിഭാഗീയതയുടെയോ ദേശീയതയുടെയോ ഒരംശവും നമ്മുടെ നേതാക്കളെ മുൻഗാമികളെ സ്വാധീനിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യ രാജ്യം വിദേശ മതങ്ങളെ കയ്യും നീട്ടി സ്വീകരിച്ച പാരമ്പര്യമുള്ളതാണ്. ഈ സഹവർത്തിത്വത്തിന്റെ, ഈ സമന്വയത്തിന്റെ, ഈ സമാധാനാന്തരീക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ കത്തിവെക്കുന്നവരുടെ കയ്യിൽ രാജ്യം അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും അപകടകരമായ സ്ഥിതിവിശേഷം. അതിന്റെ ഓരോ രോഗങ്ങളാണ് ഓരോ ദിവസവും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏക സിവിൽ കോഡിന് വേണ്ടിയുള്ള വാദം. ഏക സിവിൽ കോഡ് കൊണ്ട് മനുഷ്യരെ ഒന്നിപ്പിക്കാൻ കഴിയുമോ? ഒന്നിപ്പിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നിപ്പിക്കണം എന്ന് പറയുന്നവരാണ് ഭിന്നിപ്പിന്റെ ഏറ്റവും വലിയ അപ്പോസ്തലന്മാർ എന്ന്. സിഖുകാർക്കും നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് സിഖുകാർക്കും ഹിന്ദുക്കൾക്കും ഒരേ യൂണിഫോം സിവിൽ കോഡാണ് എന്ന് പറയാം. കാരണം ഇന്ത്യൻ നിയമ സംഹിത എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം. ദി സിഖ്സ് വിൽ ബി ഡീംഡ് ആസ് ഹിന്ദുസ്. സിഖുകാരെ ഹിന്ദുക്കളായിട്ട് പരിഗണിക്കും. അങ്ങനെയാണ്. സിഖുകാരെ ഹിന്ദുക്കളായിട്ട് പരിഗണിക്കും എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടർക്കും ഒരേ സിവിൽ കോഡാണ് എന്നാണ് ആ പറയുന്നതിന്റെ താല്പര്യം. എന്നിട്ട് ഹിന്ദുക്കളും സിഖുകാരും തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെ കഥ, ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം, അവിടത്തെ സിഖ് വിരുദ്ധ കലാപം, സിഖുകാരുടെ ഒരു സ്വന്തം രാജ്യത്തിനു വേണ്ടിയുള്ള വാദം, അതിന്റെ അനന്തരമായ ദുരന്തം, ഇതൊക്കെ നമുക്കറിയില്ലേ? ഒരൊറ്റ നിയമമായതുകൊണ്ട് സൗഹാർദ്ദം ഉണ്ടാകുമായിരുന്നെങ്കിൽ ഹിന്ദു സിഖ് സഹോദരങ്ങൾക്കിടയിൽ സൗഹാർദ്ദം ഉണ്ടാകേണ്ടതാണ്. ബലം പ്രയോഗിച്ച് നിയമം കൊണ്ടുണ്ടാകുന്നതല്ല യൂണിറ്റി എന്ന് പറയുന്നത്. അതാണ് രാജ്യത്തിന്റെ പാരമ്പര്യം. ഇന്ത്യ രാജ്യത്തിന്റെ പൈതൃകം നാനാത്വത്തിലെ ഏകത്വമാണ്. അപ്പൊ ഫാസിസ്റ്റുകൾക്ക് ഇന്ത്യയെ മനസ്സിലായിട്ടില്ല. ഹിന്ദുക്കൾക്ക് കിട്ടണം എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശൻ കോടികൾ അഴിമതി നടത്തി കേസുകളിൽ കുടുങ്ങും എന്ന് വന്നപ്പോ അതിന് ഇപ്പൊ രക്ഷപ്പെടാൻ ഏറ്റവും പറ്റിയ ഒരു തിരുപ്പ് ഷീറ്റായിട്ട് ഹിന്ദുത്വ കാർഡുമായിട്ട് രംഗത്ത് വരുന്നുവെങ്കിൽ വിവരമുള്ള ഹിന്ദുക്കൾ ഈ ചതിക്കുഴികൾ മനസ്സിലാക്കണം എന്ന് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ഈഴവ ജനവിഭാഗം എന്ന് പറയുന്നത് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച ജനവിഭാഗമാണ്. ഈഴവ ജനവിഭാഗത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി ശ്രീനാരായണ ഗുരു രംഗത്ത് വന്നിട്ട് ആ ശ്രീനാരായണ ഗുരു ഈ പ്രതിമകൾക്കും അതുപോലെ തന്നെ മറ്റ് അനാചാരങ്ങൾക്കുമെതിരെ പ്രവർത്തിച്ചിട്ട് അദ്ദേഹം തന്നെ പൂജിക്കപ്പെടുന്ന ഒരു പ്രതിമയായി എന്ന വിരോധാഭാസം അവിടെ ഇരിക്കട്ടെ, അദ്ദേഹത്തെ മധ്യരാജാക്കന്മാരുടെ സാമ്പിളാക്കിയിട്ട് ലേബിളാക്കിയിട്ട് മാറ്റി എന്ന വലിയ ദുരന്തവും കൂടി സംഭവിച്ചു എന്ന് നിങ്ങൾ ഓർക്കണം. ഇന്നിപ്പോ അബ്കാരി കോൺട്രാക്ടർമാരുടെ ട്രേഡ് മാർക്കായിട്ട് ശ്രീനാരായണ ഗുരുവിനെ അവർ കൊണ്ടു നടക്കുമ്പോ യഥാർത്ഥത്തിൽ ഈ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന മഹാൻ അവിടുത്തെ പിന്നാക്ക ജനവിഭാഗങ്ങളുടെ സമുദ്ധാരണത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചു. എന്നിട്ട് അദ്ദേഹം ഇരവിപ്പുറത്ത് പോയാൽ ഇപ്പോഴും കാണാം, ഇരവിപ്പുറത്ത് ജനവിഭാഗങ്ങൾ തങ്ങൾക്ക് പൂജിക്കാൻ വേണ്ടി ശിവന്റെ ഒരു പ്രതിഷ്ഠ വേണമെന്ന് പറഞ്ഞപ്പോ ശ്രീനാരായണ ഗുരു ഒരു പ്രതിഷ്ഠ സ്ഥാപിച്ചു കൊടുത്തു. ശിവന്റെ പ്രതിഷ്ഠ താഴ്ന്ന ജാതിക്കാർക്ക് നിശ്ചയിച്ചു കൊടുത്തതിൽ മേലാളവർഗം ചൊടിച്ചു. അങ്ങനെ വിമർശനങ്ങൾ വന്നു. അപ്പൊ ശ്രീനാരായണ ഗുരു പറഞ്ഞു, ഞാൻ അവർക്ക് പ്രതിഷ്ഠിച്ചു കൊടുത്തത് ഈഴവ ശിവനെയാണ് എന്ന് പറഞ്ഞാൽ ഈഴവ ജനവിഭാഗങ്ങൾക്ക് ആരാധിക്കണമെങ്കിൽ ദൈവങ്ങളെയും മൂർത്തികളെയും വരെ അധസ്ഥിതവൽക്കരിക്കേണ്ടി വരുന്ന ജാതീയ കോമരങ്ങളുടെ കഴിഞ്ഞകാല കഥകളുടെ അപകടങ്ങൾ അറിയാതെ ഈ രാഷ്ട്രീയക്കാരന്റെ പിന്നാലെ ആ താൽക്കാലികമായ കാര്യലാഭങ്ങൾക്ക് വേണ്ടി കൂടിയാൽ ഇരിക്കുന്ന കൊമ്പ് തന്നെയാണ് മുറിക്കുന്നത് എന്ന് ആ ജനവിഭാഗം മനസ്സിലാക്കുന്നത് നല്ലതാണ്. അല്ലാതെ അതില് മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു പ്രശ്നമില്ല. ഹിന്ദു ജനവിഭാഗങ്ങൾ എല്ലാവരും കൂടി ഒന്നിക്കുന്നതിൽ ഹിന്ദു മുസ്ലിങ്ങൾ അതൊരു അപകടമായിട്ട് കാണുന്നില്ല. പക്ഷെ അങ്ങനെ ഒന്നിക്കുന്നത് തങ്ങൾക്ക് തന്നെ നാളെയിൽ നിലനിൽപ്പിന് ഗുണമാണോ ദോഷമാണോ ചെയ്യുക എന്ന് ഇന്നലകളുടെ ഇന്ത്യ രാജ്യത്തിന്റെ കേരളീയ സമൂഹത്തിന്റെ കഥ പഠിച്ചുകൊണ്ട് ചരിത്രം പഠിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്.
അങ്ങനെ ജാതിദ്വേഷം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സാദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഇരവിപ്പുറത്ത് നിങ്ങൾക്ക് ഇപ്പോഴും കാണാം ഈ ശ്രീ ഇഴവശിവൻ ഇന്ത്യൻ വിപ്ലവത്തിന്റെ വിത്താണ് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്നു ഈ തരം അടിയൊഴുക്കുകൾ മനസ്സിലാക്കാതെ താൽക്കാലികമായ വികാര വിക്ഷോഭങ്ങൾക്ക് അടിമപ്പെട്ടത് കൊണ്ട് പ്രയോജനമില്ല. എന്നിട്ട് കേരളത്തിൽ സൗഹാർദ്ദത്തിന്റെ പാരമ്പര്യവും പൈതൃകവുമുള്ള കേരളത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞു, ഇന്ത്യ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ ഒരു ഐക്യത്തിന്റെയും ഏകതയുടെയും ഒരു ഉയർന്ന വിശാലമായ നിലപാടാണ് ഇന്ത്യ രാജ്യത്തിനുള്ളത് എന്ന് പറയുമ്പോ രാജ്യത്ത് നടന്ന വർഗീയ കലാപങ്ങളെ ഞാൻ മറന്നിട്ടില്ല. നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. വർഗീയ കലാപങ്ങളുടെ ഒരു ഭൂപടം തന്നെ നമുക്കുണ്ട്. താനെയിലും പൂനെയിലും മൊറാദാബാദിലും മുർഷിദാബാദിലും ജംഷഡ്പൂരിലും ഭീവണ്ടിയിലും ഓൾഡ് ഡൽഹിയിലും തുടങ്ങി അങ്ങനെ തന്നെ ഒരു ഭൂപടം നമ്മുടെ കയ്യിലുണ്ട്. ഈ ഭൂപടം ഉള്ളപ്പോഴും ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ സൗഹാർദ്ദത്തിന്റെ ഒരു മകുടോദാഹരണമായി എടുത്തുദ്ധരിക്കപ്പെട്ടുവെങ്കിൽ ഇന്ത്യയെ അതിന് ശക്തമാക്കിയ ഒരു അടിസ്ഥാന ഘടകമാണ് കേരളത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ എല്ലാ പല ഭാഗങ്ങളിലും പല സന്ദർഭങ്ങളിലും വർഗീയ തീകൾ ആളിക്കത്തിയപ്പോഴും സൗഹാർദ്ദം കൈവിടാതെ സൂക്ഷിച്ച കേരളത്തെ തന്നെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് ഇന്ത്യയുടെ നിലനിൽപ്പിനെതിരെയുള്ള അവസാനത്തെ പരിശ്രമം ഫാസിസ്റ്റുകളുടെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കാര്യം കുറച്ച് അപകടം പിടിച്ചതാണ്. അവിടെ മുസ്ലിങ്ങൾ അവരുടെ രക്ഷ നോക്കട്ടെ, ഹിന്ദുക്കൾ അവരുടേതും ക്രിസ്ത്യാനികൾ അവരുടേതും എന്ന മട്ടിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പറയുന്നു, വർഗീയതയെ വർഗീയത കൊണ്ട് നേരിടുന്നത് ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. വർഗീയതയെ വർഗീയത കൊണ്ട്, തീവ്രവാദത്തെ തീവ്രവാദം കൊണ്ട് ലോകതലത്തിലും ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും ഇത്തരം താൽക്കാലികമായ വികാര വിക്ഷോഭങ്ങൾ വിവരദോഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീവ്രവാദത്തെക്കുറിച്ചുള്ള എന്റെ അഭിപ്രായം, വിവരമില്ലാതാവുകയും എന്നാൽ ആത്മാർത്ഥതയുണ്ടാവുകയും ചെയ്യുന്ന ഉൾപ്പബുദ്ധികളിൽ നിന്നാണ് എല്ലാവിധ തീവ്രവാദങ്ങളും വന്നിട്ടുള്ളത്. ഞാൻ ദേശീയ ലോകതലത്തിലെ സംഭവങ്ങളിലേക്ക് വിശദമായിട്ട് കടക്കുന്നില്ല. പക്ഷെ ചില വശങ്ങളെ പറ്റി അതിന്റെ ഉചിതമായ സ്ഥാനത്ത് പറയാം എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഞാൻ ഈ സന്ദർഭത്തിൽ വർഗീയതയോട് ചേർത്ത് വെച്ചുകൊണ്ട് തീവ്രവാദത്തെ പറ്റി പറയുമ്പോൾ IS എന്ന് പറയുന്ന ഒരു വിപത്തിനെ പറ്റി ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. IS എന്ന് പറഞ്ഞാൽ അദ്ദൗല അൽ ഇസ്ലാമിയ്യ ഫിൽ ഇറാഖ് വശാം, ദാഇഷ് എന്നും മറ്റും പേരിൽ IS എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടന, ഒരു സംവിധാനം ഇന്ന് ലോകത്ത് പല ഇറാഖ് കേന്ദ്രമാക്കിക്കൊണ്ട് സിറിയയോളം എത്തി. ഇറാഖിലും സിറിയയിലും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ, അതാണ് IS എന്ന് പറയുന്നത്. ആ രീതിയിൽ അപകടം പിടിച്ച ഒരു വിഭാഗത്തിന്റെ സാന്നിധ്യം നമ്മൾ കാണുന്നു. ഈ സാന്നിധ്യത്തിന്റെ എല്ലാ തന്നെ മുദ്രയും ഇസ്ലാമിന്റെ പേരിൽ ചാർത്തുവാൻ ലോകത്ത് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ സംസ്കാരമുണ്ട്, ഇസ്ലാമിന്റേതായ അധ്യാപനങ്ങളുണ്ട്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. അന്യായമായിട്ട് ഒരാൾ മറ്റൊരാളെ കൊന്നാൽ അയാൾ ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണത്. അന്യായമായിട്ട് ഒരു നഫ്സ് മറ്റൊരു നഫ്സിനെ കൊന്നാൽ എന്നാണ്. അന്യായമായിട്ടൊരു ഹിന്ദു ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊന്നാൽ എന്നല്ല. അന്യായമായിട്ടൊരു മുസ്ലിം ഒരു ഹിന്ദുവിനെ കൊന്നാൽ, ഒരു ഹിന്ദു ഒരു മറ്റൊരു ഹിന്ദുവിനെ കൊന്നാൽ, തന്മൂതിൽ ജൂതന്മാരുടെ നിയമസംഹിതയിൽ പറയുന്നുണ്ട്, ഒരാൾ അന്യായമായി മറ്റൊരു ജൂതനെ കൊന്നാൽ. അപ്പോ ജൂതവംശീയതയുടെ മനസ്ഥിതിയാണ് അവിടെ പ്രവർത്തിച്ചത്. ഇവിടത്തെ പ്രയോഗം ഒരു മനുഷ്യൻ അന്യായമായി മറ്റൊരു മനുഷ്യനെ കൊന്നാൽ അത് വലിയ പ്രയോഗമാണ്. അതാണ് ജൂതന്റെ ജഡം വന്നപ്പോ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നത്. അയാളും മനുഷ്യനല്ലേ എന്ന് അത് ജൂതനാണെന്ന് പറഞ്ഞ അനുയായിയോട് പ്രതികരിച്ചത്. ആ പാരമ്പര്യമാണ് ഞാൻ പറയുന്നത്. മനുഷ്യരെ ഏകോദര സഹോദരങ്ങളായിട്ട് കാണാൻ യാ അയ്യുഹന്നാസ് യാ അയ്യുഹന്നാസ് എന്ന് അഭിസംബോധന ചെയ്യുന്ന ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമകും മിനല്ലാഹി അത്ഖാകും. മനുഷ്യരെ, നിങ്ങൾ ഒരേ ഒരു മാതാവിന്റെ സന്താനങ്ങളാണ്. ഒരേ ഒരു മാതാവിന്റെ ആണിന്റെയും പെണ്ണിന്റെയും സന്തതി പരമ്പരകളുടെ വൈപുല്യമാണ് ലോകത്തെ വിശ്വമാനവികത എന്ന് പറയുന്നത് എന്ന ഉദ്ഘോഷണം മാത്രമല്ല. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. ഒരൊറ്റ സോഴ്സിൽ നിന്ന്, ഒരൊറ്റ ഉറവിടത്തിൽ നിന്ന് മാനവ സമൂഹത്തെ ഡിസൈൻ ചെയ്ത പ്രപഞ്ചനാഥൻ എന്ന ഒരു പ്രയോഗം ഖുർആനിലുണ്ട്. അപ്പൊ അടിസ്ഥാനപരമായി
ഒന്നാമതായി ആണും പെണ്ണും എന്ന രണ്ടസ്തിത്വം പോലുമില്ല. പെണ്ണ് പോലും ആദ്യം ഒരു ഇണയെ സൃഷ്ടിച്ചു, അതിന്റെ ഇണയെ പിന്നീട് അതിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചു എന്ന ഖുർആനിക പ്രയോഗമുണ്ട്. അങ്ങനെ സൂക്ഷ്മമായി നോക്കിയാൽ മാനവകതയുടെ ഏകത്വം ഉദ്ഘോഷിക്കുന്ന വിശുദ്ധ ഖുർആനിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇതര മതസ്ഥരെ ബന്ദികളാക്കി അതിലെ പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തുകയും പിഞ്ചു പൈതങ്ങളെയും നിരപരാധികളെയും മറുകൊല ചെയ്യുകയും ചെയ്യുന്നവർ ഇസ്ലാമിന്റെ മേൽവിലാസത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അപകടം പിടിച്ചതാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ സംസ്ഥാന കൂടിയാലോചന സമിതി ഈ കഴിഞ്ഞ അടുത്ത ഒരു ദിവസം ഇങ്ങനെ ഒരു പ്രചരണ പരിപാടി സംഘടിപ്പിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. IS ഇസ്ലാം അല്ല. IS പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനെ ആയാലും കൊള്ളാം, അത് ഇസ്ലാമിനെയല്ല. മാനവിക മനുഷ്യന്റെ സൗഹാർദ്ദം, മനുഷ്യന്റെ സമത്വം, മനുഷ്യന്റെ ജീവന്റെ വില, മനുഷ്യ സൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായ സാമൂഹിക ജീവിതത്തിനു വേണ്ടിയുള്ള ആഹ്വാനം, ഇങ്ങനെ എന്തൊക്കെ ഖുർആനിക മൂല്യങ്ങളുണ്ടോ ഈ മൂല്യങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ടല്ലാതെ IS-ന് പ്രവർത്തിക്കാനാവുകയില്ല. അപ്പൊ ഞാൻ പറയുന്നത്, മതത്തെ മറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന അജണ്ടകൾ എവിടെ കണ്ടാലും അതിനെ എതിർക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് യാതൊരു മടിയുമില്ല. ജമാഅത്തെ ഇസ്ലാമി മതമൂല്യങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കടക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ്. ഞാൻ അതിനെ ഈ സന്ദർഭത്തിൽ കുറച്ചു സമയം ആ ഒരു പോയിന്റിനെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് അമർത്തി വെക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, IS-നെ കുറിച്ച് പറയുമ്പോ IS-ന്റെ പദാവലികളിൽ പലതും ജമാഅത്തെ ഇസ്ലാമിയുടെ പദാവലികളാണ് എന്ന് ചില ആളുകൾ എഴുതുന്നതും പ്രസംഗിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ജമാഅത്തെ ഇസ്ലാമിയെ പഠിച്ചിട്ടുള്ളൂ. അവർ ഇസ്ലാമിനെ പഠിച്ചാൽ IS-ന്റെ പദാവലികൾ ഇസ്ലാമിന്റെ പദാവലികളാണ് എന്ന് കാണാൻ പറ്റും. അത് തന്നെയാണ് IS ഇസ്ലാമല്ല എന്ന് പറയാൻ ജമാഅത്തെ ഇസ്ലാമിയെ പ്രേരിപ്പിച്ചത്. IS-ന്റെ പദാവലികൾ, അവരുപയോഗിക്കുന്ന വാക്കുകളും പ്രയോഗങ്ങളും ജമാഅത്തെ ഇസ്ലാമിയുടേതായതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസ് പൂട്ടിപ്പോകും എന്ന ഒരു വേജാറും ഞങ്ങൾക്കില്ല. കാരണം അത് ഇസ്ലാമിന്റെ പ്രയോഗങ്ങളാണ്. ഇസ്ലാമിന്റെ പ്രയോഗങ്ങൾ അസ്ഥാനത്ത് പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് IS-ന്റെ അപകടം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് ഇസ്ലാമിനെ തന്നെ തെറ്റിദ്ധരിക്കാൻ ഇടവരുന്നു. ലോകം ഇസ്ലാമിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, മനുഷ്യനിർമ്മിതമായ വ്യവസ്ഥകൾക്ക് നിലനിൽപ്പില്ലാത്ത ഒരു കാലത്ത്, മനുഷ്യന്റെ അകം ഒരു കൂട്ടരും മനുഷ്യന്റെ പുറം വേറൊരു കൂട്ടരും നന്നാക്കും എന്ന് കരുതിയവരാണ് ആധുനിക ഭൗതികവാദികൾ. മനുഷ്യന്റെ അകം ഒരു കൂട്ടരും മനുഷ്യന്റെ പുറം വേറൊരു കൂട്ടരും. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളിപ്പോ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോ ആ ഉൽപ്പന്നങ്ങളോടൊപ്പം നിങ്ങൾക്ക് കാറ്റലോഗുകൾ കാണാൻ പറ്റും, നിയമാവലികൾ. വിവരമുള്ള ആളുകൾ ആദ്യം അത് ശ്രദ്ധിച്ചു വായിക്കും. വിവരമില്ലാത്ത ഒരു പെട്ടി തുറന്നിട്ട് ഈ കാറ്റലോഗ് എടുത്ത് കുട്ടിക്ക് കൊടുക്കും. എന്നിട്ട് ഇയാളത് വിറ്റ് ചെയ്യാൻ തുടങ്ങും. കുറെ കഴിയുമ്പോ കുറെ വള്ളി, സ്ക്രൂ, അതും ഇതൊക്കെ ബാക്കി വരുമ്പോ എടിയാ ബുക്ക് എവിടെ? അപ്പോ ബുക്കൊക്കെ ശരിയായിട്ടുണ്ടാവും. അപ്പൊ കാറ്റലോഗുകൾ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വിപണിയിൽ നമ്മൾ ഒരുപാട് കമ്പനികൾ ഉൽപ്പന്നങ്ങൾ കാണുന്നുണ്ട്. ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്കൽ ഉൽപ്പന്നങ്ങൾ. എന്റെ വളരെ ലളിതമായ ചോദ്യം, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളോടുമുള്ള എന്റെ വളരെ വിനീതമായ ചോദ്യം, നിങ്ങൾക്കറിയുന്ന, നിങ്ങൾ മനസ്സിലാക്കിയ, നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ കണ്ടുപിടുത്തം, ഏറ്റവും വിശിഷ്ടമായ കണ്ടുപിടുത്തം ഏതാണ്? നിങ്ങൾക്ക് പരിചയമുള്ള ഉൽപ്പന്നങ്ങളിലെ ഏറ്റവും സവിശേഷതയുള്ള ഉൽപ്പന്നം ഏതാണ്? ചിലർ പറയും കമ്പ്യൂട്ടറാണ്, വേറെ ചിലർ പലരും പലതും പറയും എന്ന് ഞാൻ കരുതുന്നു. ഈ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം വഴിവെച്ചതും ഈ കണ്ടുപിടുത്തങ്ങളിലേക്കെല്ലാം മനുഷ്യന്റെ ചിന്തയെ നയിച്ചതുമായ അത്ഭുതങ്ങളുടെ മേലുള്ള അത്ഭുതവും കണ്ടുപിടുത്തങ്ങളുടെ മേലുള്ള കണ്ടുപിടുത്തവുമാണ് മനുഷ്യൻ എന്ന് പറയുന്ന ഉൽപ്പന്നം. അപ്പൊ എല്ലാ കമ്പനികളും അതിന്റെ കൂടെ കാറ്റലോഗ് ഇറക്കുന്നുവെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഈ കമ്പനി, ഈ ഉൽപ്പന്നത്തെ വിപണിയിലിറക്കിയ കമ്പനി ഇതിന്റെ കൂടെ വല്ല കാറ്റലോഗും ഇറക്കിയിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം പ്രസക്തമാണ്. മതം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാടിൽ മനുഷ്യനോട് കൂടെ മനുഷ്യനെ കൈകാര്യം ചെയ്യാൻ, മനുഷ്യ ജീവിതം നന്നാക്കാൻ പ്രപഞ്ചനാഥൻ ഇറക്കിയിട്ടുള്ള ദൈവീകമായ കാറ്റലോഗിന്റെ പേരാണ്. കാറ്റലോഗ് വാങ്ങിയിട്ട് അതിന്റെ പകുതി ഭാഗം വായിച്ചിട്ട് ബാക്കി, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജിന്റെ കാറ്റലോഗ് വാങ്ങിയിട്ട് വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുമോ? മനുഷ്യനിർമ്മിത വ്യവസ്ഥകളുടെയും പ്രസ്ഥാനങ്ങളുടെയും പരിമിതി അതാണ്. മനുഷ്യരെ ഈ കമ്പനികളല്ലല്ലോ മനുഷ്യരെ സൃഷ്ടിച്ചത്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ മനുഷ്യർക്ക്? ഞാൻ പല രോഗികളെയും കണ്ടിട്ടുണ്ട്. നിങ്ങളും അങ്ങനെ രോഗികളെ കണ്ടിട്ടുണ്ടാകും. പ്രപഞ്ചനാഥൻ അമ്മാതിരി എല്ലാ വലിയ രോഗങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ഗുണകാംക്ഷികളെയും എല്ലാ വേണ്ടപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് നിങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, വെള്ളപ്പാണ്ട്, വെളുത്ത തൊലി വെളുത്തന്നെ അസമയത്ത് ശരീരത്തിൽ വെള്ളപ്പാണ്ട് പിടിച്ച ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നല്ല പൈസയും സ്വാധീനവുമുള്ള ആളുകൾ ആ കൂട്ടത്തിലില്ലേ? കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ?
പല രീതിയിലുമുള്ള മാരക രോഗങ്ങൾ പിടിപെട്ട ഒരുപാട് ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ല. വൈദ്യശാസ്ത്രം പകച്ചു നിൽക്കെ രോഗങ്ങളുമായിട്ട് പടഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളില്ലേ? അത്രേ ഉള്ളൂ മനുഷ്യന്റെ കഴിവ്. ഒരു തത്വജ്ഞാനിയുടെ മുമ്പിൽ വന്നിട്ട് ഒരു സാധാരണക്കാരൻ പറഞ്ഞത്രേ, ഒരു സാധാരണക്കാരൻ ചോദിച്ചത്രേ, മനുഷ്യന് എത്രത്തോളം സ്വാതന്ത്ര്യമുണ്ട്? ഒരു തത്വജ്ഞാനിയുടെ മുമ്പിൽ ഈ സാധാരണക്കാരനെ വന്ന് ചോദിക്കുന്നത് തിയറിറ്റിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ബൗദ്ധികമായ സൈദ്ധാന്തികമായ വിശകലനം അയാളുടെ അടുത്ത് ചെലവാവില്ല. അപ്പൊ ഈ സാധാരണക്കാരൻ അയാളുടെ ബുദ്ധി നിലവാരം മനസ്സിലാക്കിയിട്ട് അയാളോട് പറഞ്ഞത്രേ, നീ എഴുന്നേറ്റ് നിൽക്കാൻ. അപ്പൊ അയാൾ എഴുന്നേറ്റ് നിന്നു. ഈ തത്വജ്ഞാനി നിലത്തിങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കുകയാണ്. അയാളോട് ഉപദേശം ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടി അയാളെ പോലെ തൊട്ട് മുമ്പിൽ വന്നിരുന്ന ഈ മനുഷ്യനോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അയാൾ എഴുന്നേറ്റ് നിന്നു, വടി പോലെ നിന്നു, അലിഫ്. അങ്ങനെ നിന്നപ്പോ അയാളോട് പറഞ്ഞു, ഒരു കാല് പൊക്ക്. അയാൾ ഒരു കാല് പൊക്കി. ആ കാല് അങ്ങനെ പൊക്കിപ്പിടിച്ചിട്ട് മറ്റേ കാല് പൊക്ക്. ആ കാല് അങ്ങനെ പൊക്കിപ്പിടിച്ചിട്ട് മറ്റേ കാല് പൊക്കാനുള്ള വിക്രിയയിൽ അയാൾ മലർന്നടിച്ചു വീണു. എഴുന്നേൽക്ക്. വീണ്ടും എഴുന്നേറ്റു, വീണ്ടും പൊക്കി, വീണ്ടും വീണു. 3-4 പ്രാവശ്യം ഇത് ആവർത്തിച്ചപ്പോ അയാളോട് പറഞ്ഞു, ഒരു സമയത്ത് ഒരു കാല് വെക്കാനുള്ള സ്വാതന്ത്ര്യമേ മനുഷ്യനുള്ളൂ. വളരെ ലളിതമാണ് ഒരു കാര്യം. മറ്റു മൃഗങ്ങൾക്കൊക്കെ ഇതല്ലാതെ കഴിയും. ഒരു സമയത്ത് ഒരു കാല് വെക്കാനുള്ള സ്വാതന്ത്ര്യം. നമ്മൾ അഹങ്കരിക്കുന്നതിന് പരിധിയുണ്ട്. ഞാൻ പറയുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ഉൽപ്പന്നങ്ങളും, ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്കൽ ഉൽപ്പന്നങ്ങൾ, എല്ലാ കടകളിലും യന്ത്രങ്ങൾ, എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഇത് ഓരോന്നെടുത്ത് നോക്കിയാലും ഓരോന്നിന്റെയും കൂടെ അതിന്റെ ഉപയോഗ പ്രവർത്തന രീതികൾ പറയുന്ന അതിന്റെ കാറ്റലോഗുകൾ, മനുഷ്യൻ എന്ന അത്ഭുത സുന്ദര വിചിത്രമായ ഈ പ്രതിഭാസത്തെ വിപണിയിലിറക്കിയ കമ്പനി അതിന്റെ കൂടെ ഇറക്കിയ ദൈവികമായ ദൈവദത്തമായ കാറ്റലോഗിനെയാണ് മതം എന്ന് പറയുന്നത്. ആ കാറ്റലോഗുകളിലെ ലാസ്റ്റ് എഡിഷൻ എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ സ്ഥാനം. ഞാനതിനെപ്പറ്റി പറയുന്നത് ഒരു മതപരമായ ഫ്രെയിമിൽ നിന്നുകൊണ്ടല്ല, അതിനപ്പുറമുള്ള വൈജ്ഞാനികവും ചിന്താപരവുമായ ഒരു വലിയ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം. നിങ്ങൾ വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? നമ്മുടെ ശാസ്ത്രം പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ വെള്ളമുണ്ടാകുമെന്നാണ്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ സ്വയം കത്തുന്ന വാതകം, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ കത്തുന്നതിനെ സഹായിക്കുന്ന വാതകം. ഇത് രണ്ടും കൂടി കൂടുമ്പോ തീ കെടുത്തുന്ന വെള്ളം. ഇതെങ്ങനെ സംഭവിച്ചു എന്നതിന് വേറൊരു ഉത്തരവില്ല. അപ്പൊ വിശുദ്ധ ഖുർആൻ പറയുന്നു, അതൊന്നല്ല എന്റെ വിഷയം, അത് വരാൻ പോണേ ഉള്ളൂ. വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, നിങ്ങൾ വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മേഘപടലങ്ങളിൽ നിന്ന് ഈ വെള്ളത്തെ താഴോട്ടിറക്കിയത് നിങ്ങളോ അതല്ല ഞാനോ? എന്താ സംഭവം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളിപ്പോ ഇവിടെ ഞാൻ നിന്നിട്ട് ഒരു മണിക്കല്ല്, ഒരു നെല്ലിക്കയുടെ വലിപ്പമുള്ള ഒരു കല്ലെടുത്തിട്ട് താഴോട്ടിട്ടാൽ വളരെ ചെറിയ സംഭവമാണ്. നമ്മുടെ ശരീരത്തിലൊക്കെ ഒന്ന് വീണാൽ ഒന്ന് തോണ്ടിയതാന്നൊക്കെ തോന്നുള്ളൂ. ആ കല്ല് ഒരു 5 നില ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴോട്ടിട്ടാലോ അത്യാവശ്യം നല്ല ഒന്ന് വേദനിക്കാൻ ആ കല്ല് തന്നെ മതി. മൂർധാവിൽ മർമ്മത്തിൽ ചെന്ന് സ്പർശിച്ചാൽ കഥ തന്നെ തീരാൻ ആ കല്ല് മതിയാവും. നെല്ലിക്കയുടെ വലിപ്പമുള്ള കല്ല് 5 നില 10 നില ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴോട്ട്. അതാണ് വിഷയം. എന്തിനാണ് ഇപ്പൊ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ മഴത്തുള്ളിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, ഇത് മേഘപടലങ്ങളിൽ നിന്ന് ഈ മഴത്തുള്ളി പുറപ്പെട്ട് ഭൂമിയിൽ പതിക്കുന്ന മുഴുവൻ സമയവും അതിന്റെ സഞ്ചാരത്തിൽ വേഗത കൂടുന്നില്ല. പുറപ്പെട്ട അതേ വേഗതയിൽ ഈ വെള്ളത്തുള്ളി ഭൂമിയിൽ പതിക്കുന്നു എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. ഒരു സാധനം മുകളിൽ നിന്ന് താഴോട്ടിട്ടാൽ മുകളിൽ നിന്ന് താഴോട്ട് പോരുന്നതിനനുസരിച്ച് അതിന്റെ വേഗത വർദ്ധിക്കും. വേഗത വർദ്ധിക്കുന്നത് കൊണ്ട് ഭാരം കൂടുതലായിട്ട് അനുഭവപ്പെടും. ഇതാണ് നമ്മുടെ അനുഭവം. ഈ പൊതുവായ പ്രകൃതിയുടെ പ്രതിഭാസത്തിൽ നിന്ന് മനോഹരമായ ഒരു നിയന്ത്രണം മഴവെള്ളത്തിന്റെ വരവിനുണ്ട്, ഭൂമിയിലേക്ക് പതിക്കുന്നതിനുണ്ട് എന്നാണ് അപ്പോൾ ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയാണ്, വലൗ ജഅൽനാഹു ഉജാജൻ വലൗ നശാഉ ലജഅൽനാഹു ഉജാജൻ വലൗലാ തഷ്കുറൂൻ. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് ഉപ്പുരസമുള്ളതാകുമായിരുന്നു. ഉപ്പുരസമുള്ളത് 1400-ലേറെ സംവത്സരങ്ങൾക്ക് മുമ്പ് എഴുത്തും വായനയും അറിയാത്ത ഒരു ജനതയുടെ എഴുത്തും വായനയും അറിയാത്ത നേതാവ് ലോകത്തോട് പറയുകയാണ്, ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് ഉപ്പുരസമുള്ളതാകുമായിരുന്നു. അപ്പൊ എന്താ കാര്യം? നമുക്കറിയാം, വെള്ളം ബാഷ്പീകരിച്ചിട്ട് ഭൂമിയിൽ നിന്ന് മേലോട്ട് പോയി അത് ഘനീഭവിച്ചിട്ടാണ് മഴ പെയ്യുന്നത്.
ഈ ബാഷ്പീകരണ പ്രക്രിയ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ശുദ്ധജലാശയങ്ങളിൽ നിന്നല്ല. നമ്മുടെ കിണറുകൾ, തോടുകൾ, തടാകങ്ങൾ, അരുവികൾ, പുഴകൾ എന്നൊക്കെ പറയുന്നത് അധികവും മരങ്ങളുടെ നിഴലിലും മറവിലുമാണ്. അതുതന്നെ വളരെ കുറവാണ്. ഭൂമിയുടെ 70% ഭാഗം വെള്ളമാണ്, ബാക്കി 30% കര. അപ്പോ ആ ഭൂമിയുടെ വിശാലമായ മേഖലയിലെ വെള്ളം എന്ന് പറയുന്നത് ഉപ്പുവെള്ളമാണ്. ഏറ്റവും കൂടുതൽ ബാഷ്പീകരണം നടക്കുന്നത് ഉപ്പ് ജലാശയങ്ങളിൽ നിന്നാണ്. ഉപ്പ് ജലാശയങ്ങളിൽ നിന്ന് ബാഷ്പീകരണം നടക്കുമ്പോൾ ഉപ്പിന്റെ അംശത്തോടെയാണ് വെള്ളം ഉയർത്തപ്പെടുന്നതെങ്കിൽ ഉപ്പുമഴ പെയ്യും. അതിനെപ്പറ്റിയാണ് 1400-ലേറെ സംവത്സരങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചനാഥൻ പറഞ്ഞതെങ്കിൽ ആ പ്രപഞ്ചനാഥന്റെ ദൈവികമായ കാറ്റലോഗിനെ ചോദ്യം ചെയ്യാൻ ആർക്കാണ് കഴിയുക എന്നതാണ് എന്റെ ചോദ്യം. നമ്മൾ എവിടെന്നാ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വന്നത് ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളും ദർശനങ്ങളും പരാജയപ്പെട്ടിടത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിമോചനത്തിന്റെ തെളിനീരായിട്ട് ഇസ്ലാമിനെ കാണുമ്പോൾ ആ ഇസ്ലാമിനെ തേജോവധം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നതാണ് IS-ന്റെ മേൽവിലാസം ഇസ്ലാമിന്റെ മേലെ ചാർത്താനും ഇസ്ലാമിന്റെ മേൽവിലാസം IS-ന്റെ മേലെ ചാർത്താനും ലോകത്തെ പ്രതി ഇസ്ലാം വിരുദ്ധ മീഡിയകളെ പ്രേരിപ്പിക്കുന്നത് എന്ന് പറയാനാണ്. ആ ചർച്ചകൾ തമ്മിൽ വലിയ ബന്ധമുണ്ട്. വലിയ ഒരു പ്രസംഗം വേണമെങ്കിൽ നമുക്ക് അവിടെ നടത്താം. ഞാനതങ്ങനെ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ, പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങളുടെ പാപ്പരത്വം എല്ലാ തലങ്ങളിലും അശാന്തമായ സമൂഹം. മനുഷ്യന്റെ മനസ്സിന് സമാധാനമില്ല. മയക്കുമരുന്നുകളുടെ വില നിങ്ങൾ പോയി ചോദിച്ചു നോക്ക്. മയക്കുമരുന്നുകളുടെ വില എന്ന് പറയുന്നത് കൃത്രിമമായ മനസമാധാനത്തിന്റെ വിലയാണ്. മയക്കുമരുന്നുകളുടെ, അതായത് മനുഷ്യന്റെ മനസ്സിന്റെ സമാധാനത്തിന്റെ നേർവഴിയിൽ നിന്ന് അതിനോട് പുറംതിരിഞ്ഞു നിന്നപ്പോ അസ്വസ്ഥമായ സമൂഹം കൃത്രിമ സമാധാനത്തിന് നേടുന്ന വിലയാണ് മയക്കുമരുന്നിന്റെ വില. പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാമദ്യക്കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടികേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാമദ്യക്കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടികേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. തറയിലൊരിലയിലൊരൽപ്പം ചോരയിൽ കൂനനുറുമ്പിര തേടൽ കാണാം. തറയിലൊരിലയിലൊരൽപ്പം ചോരയിൽ കൂനനുറുമ്പിര തേടൽ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം. കിളിനാദം ഗതകാലം കനവിൽ നുണയും മൊട്ടക്കുന്നുകൾ കാണാം. കുത്തിപ്പായാൻ മോഹിക്കും പുഴ വറ്റി വരണ്ടു കിടപ്പതു കാണാം, പുഴ വറ്റി വരണ്ടു കിടപ്പതു കാണാം. വിളയില്ല തവളപ്പാടില്ല കൂറ്റൻ കുഴികൾ കുപ്പത്തറകൾ. ഇന്നത്തെ നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ ഏത് മേഖലയിലാണ് നമുക്ക് സമാധാനമുള്ളത്? എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളിപ്പോ ഇങ്ങനെ വെറുതെ ഇരുന്ന് TV കണ്ടിട്ട് നമ്മൾ ആരും ഒന്നും അധ്വാനിക്കുകയില്ലെന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ ഒരു കൃത്രിമമായ ഇമേജിലല്ലേ നമ്മുടെ ജീവിതം? നടക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക്? ഞാൻ വ്യക്തിപരമായിട്ട് നടന്നു പോകുന്നത് ഇഷ്ടപ്പെട്ട ഒരാളാണ്. നിങ്ങൾക്കുണ്ടാവും, നിങ്ങളെ കൂടുതലും അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. ഓരോ 2 കിലോമീറ്റർ ഒക്കെ നടക്കുക. എന്താ കുഴപ്പം? നമുക്ക് വേറെ എന്തായാലും വലിയ പണിയൊന്നും ഇല്ലാത്ത സമയം ഉണ്ടാവും. നടക്കാൻ പറ്റൂല. പോകുന്ന നാട്ടുകാരോ സുഹൃത്തുക്കളോ ആയ ആളുകൾ വണ്ടി നിർത്തിയിട്ടല്ല എന്തെങ്കിലും നടന്നു പോണത്. അപ്പൊ നമ്മളെന്തൊരു വേണ്ടാത്ത ചെയ്ത മാറി 2 ദിവസം കഴിയുമ്പോൾ ഒരുത്തനല്ല അന്ന് നിങ്ങൾ നടന്നു പോണത് കണ്ടല്ലോ. അപ്പൊ നമ്മളെ കാട്ടിൽ നിർത്തിയിട്ടൊന്നുമില്ല. എന്നിട്ട് പിന്നെ 2 ദിവസം കഴിയുമ്പോൾ സഭയിൽ വെച്ചിട്ട് ചോദിക്കണം അന്ന് നിങ്ങൾ നടന്നു പോണത് കണ്ടല്ലോ. എന്നാ പിന്നെ അത് വിട്ട് നമ്മൾ നടന്നു പോകുന്നില്ല, നമുക്ക് നടക്കാൻ പോകാം. അത് അന്തസ്സാണ്. നോക്കൂ, നിങ്ങളുടെ മകളുടെ വീട് 1.5 കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ മകളുടെ വിശേഷം അറിയാൻ നടന്നു പോകുന്നത് നാണക്കേടാണ്. രാവിലെ എണീറ്റിട്ട് ഭാര്യയും ഭർത്താവും കൂടി ഡോക്ടറുടെ താക്കീത് പരിഗണിച്ച് മരണത്തിൽ നിന്ന് ഓടടാ ഓട്ടം എന്ന മട്ടിൽ നടക്കാനായി പോകുന്നതിന് തകരാറില്ല. ഒരു കാര്യം നേടാൻ നടക്കുന്നത് ആ നാണക്കേടാണെന്നും നടക്കാൻ വേണ്ടി നടക്കുന്നത് അന്തസ്സാണെന്നുമുള്ള മുതലാളിത്തത്തിന്റെ കൃത്രിമമായ ജാടയുടെ ലോകത്ത് രോഗമുണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പൊ എല്ലാവരും രോഗികളാണ്. ശാരീരികമായ രോഗം, മാനസികമായ രോഗം, അസ്വസ്ഥതകൾ, മദ്യത്തിന്റെയും പലിശയുടെയും കെണികൾ, നീരാളിപ്പെടുത്തങ്ങൾ, ഇതാണൊരു ഇന്നത്തെ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. ഈ സാമൂഹിക അന്തരീക്ഷത്തെ സൃഷ്ടിച്ചതിൽ ഇവിടത്തെ ഭൗതിക പ്രസ്ഥാനങ്ങൾക്കും മനുഷ്യനിർമ്മിത വ്യവസ്ഥിതികൾക്കുമാണ് പങ്ക് എന്നാണ് എന്റെ അഭിപ്രായം. അല്ലാതെ മതം ഇവിടെ കൈകാര്യം ചെയ്തിട്ടില്ല.
ദൈവികമായ ദൈവപ്രോക്തമായ മതം ലോകത്തിന്റെ കലയെയും ശാസ്ത്രത്തെയും ഉൽപാദന സംവിധാനത്തെയും രാഷ്ട്രമീമാംസയെയും തത്വചിന്തകളെയും എല്ലാത്തിനെയും ഒന്നിച്ച് കൈകാര്യം ചെയ്ത് ആകെ നശിപ്പിച്ചു എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം മതമല്ല, ശരിയായ ദൈവിക ദർശനങ്ങളുടെ അടിത്തറയിലല്ല. പിന്നെയോ മനുഷ്യന്റെ സ്വതന്ത്രമായ അവകാശവാദങ്ങളുടെ പിൻബലത്തിലാണ് ആധുനിക ലോകം ഈ കോലത്തിലായത്. മനുഷ്യകരങ്ങളുടെ പ്രയത്നങ്ങളുടെ ഫലമായിട്ട് കരയിലും കടലിലും നാശം വിതറിയെന്ന പ്രപഞ്ചനാഥന്റെ പ്രഖ്യാപനമാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, മനുഷ്യന്റെ മുമ്പിൽ ഇന്ന് വേറെ വഴികളെല്ലാം അടഞ്ഞിരിക്കുകയാണ്. ഇസ്ലാമിലെ പലിശരഹിത സംവിധാനത്തെ ഇസ്ലാമിക് വിൻഡോ, ഇസ്ലാമിക് ബാങ്കിങ്ങുകൾ ഇന്ന് യൂറോപ്പിൽ വരെ ബാങ്കുകൾക്ക് ഇസ്ലാമിക് വിൻഡോകളുണ്ട്. എന്തുകൊണ്ട്? പലിശരഹിതമായ സാമ്പത്തിക സംവിധാനം ആധുനിക ലോകത്ത് പ്രസക്തമാണ്. പലിശ ഒരു കടക്കണിയാണ്, അതിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് മുതലാളിത്ത ലോകം വരെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ്. പലിശരഹിത ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് മനുഷ്യ സമൂഹം തിരിഞ്ഞു നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഇങ്ങനെയുള്ള ഒരു ലോകത്ത് ഈ സാഹചര്യങ്ങളും ഈ അനുകൂലാവസ്ഥകളെയും അട്ടിമറിക്കണം എന്ന് കരുതുമ്പോ അതിന് ചൂട്ടുപിടിക്കുന്ന അവിവേകികൾ സമുദായത്തിലുണ്ടെങ്കിൽ അവരെ ആദർശപരമായി എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രവർത്തനമാണ്. സ്വന്തം സമുദായത്തിന്റെ നന്മ. നമ്മളിപ്പോ ഒരു വിറകിന്റെ കൊള്ളി മാസങ്ങളായിട്ട് മഴ കൊണ്ട് നനഞ്ഞ് വെള്ളം കുടിച്ച് ചീർത്ത് വീർത്ത മരത്തിന്റെ തടി തീ അടുപ്പിലേക്ക് വെച്ചാൽ തീ കെട്ടുപോകും. ഉറപ്പല്ലേ? തീ കെട്ടുപോകും. അപ്പൊ നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ എല്ലാം വ്യാജമായ ഈ കാലത്ത് തീ പോലും ഒറിജിനൽ അല്ല. കാരണം തീ കെട്ടല്ലോ, വിറകിന്റെ കൊള്ളി വെച്ചപ്പോ തീ കെട്ടല്ലോ, അത് തീ പോലും ഒറിജിനൽ അല്ല. അതാണോ സിദ്ധാന്തം? അല്ല. ജമാഅത്തെ ഇസ്ലാമി പറയുന്നു, വെള്ളം കുടിച്ച് ചീർത്ത് വീർത്ത മരത്തടി അടുപ്പിലേക്ക് വെച്ചിട്ട് തീ കെടുമ്പോ തീയിനെന്തോ കുഴപ്പമുണ്ട് എന്നല്ല മനസ്സിലാക്കേണ്ടത്. പിന്നെയോ, തീയിന്റെ കരിക്കുക എന്ന ഗുണം ഉൾക്കൊള്ളാൻ ഈ മരത്തടി പാകപ്പെട്ടിട്ടില്ല. അത് കൊത്തിപ്പൊളിച്ച് കുറച്ചു ദിവസം കാറ്റ് കൊള്ളണം, അല്ലെങ്കിൽ വെയിലേൽക്കണം. അപ്പോഴേ തീയിന്റെ കരിക്കുക എന്ന ഗുണം അതിൽ ഉൾക്കൊള്ളാൻ കഴിയൂ. ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന് ഇസ്ലാമികമായ നന്മകളിൽ അവരിൽ കാണപ്പെടുന്നില്ലെങ്കിൽ അവരിൽ കാണപ്പെടുന്ന തിന്മകളൊക്കെയും ഇസ്ലാമിന്റെ പേരിൽ ചാർത്തുന്നതിന് പകരം ഇസ്ലാമിന്റെ നന്മകൾ ഉൾക്കൊള്ളാൻ അവരെ പാകപ്പെടുത്തുന്ന പണിയിലാണ് ജമാഅത്തെ ഇസ്ലാമി ഏർപ്പെട്ടിട്ടുള്ളത് എന്ന് ഞാനിവിടെ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, IS എന്നത് മാത്രമല്ല, തീവ്രവാദത്തിന്റെയും വർഗീയ ഫാഷിസത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ISലേക്ക് പോയത്. അതിന്റെ അനുബന്ധമായിട്ട് വേറെ കുറെ ചർച്ചകളും കയറി വന്നു. ഞാൻ വീണ്ടും നിങ്ങളെ ഞാൻ നടത്തിയ ഒരു പ്രസ്താവനയുടെ അനുബന്ധ ചർച്ചകളിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്ന് പറഞ്ഞാൽ, വർഗീയതക്ക് പരിഹാരം വർഗീയതയല്ല. തീവ്രവാദത്തെ തീവ്രവാദം കൊണ്ട് നേരിടുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. ആ ചർച്ചയിൽ നിന്നാണ് ഞാൻ നിങ്ങളെ IS എന്നതിന്റെയും അനുബന്ധ ചർച്ചകളിലേക്കും ഇസ്ലാമോഫോബിയ എന്ന ഇസ്ലാം പേടി എന്നതിന്റെ പിന്നാമ്പുറങ്ങളിലേക്കും ലേശം നമ്മുടെ ചർച്ച പോയിട്ടുള്ളത്. അധികം നീട്ടാതെ ഈ സംസാരം അവസാനിപ്പിക്കേണ്ടത് കൊണ്ട് ഇനി ആ ഭാഗങ്ങളിലേക്കൊന്നും നമുക്ക് ഇനിയും കടന്നു പോകാൻ ഇപ്പോൾ നിർവാഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ, വർഗീയതയെ വർഗീയത കൊണ്ട്, തീവ്രവാദത്തെ തീവ്രവാദം കൊണ്ട്, സാമുദായികവും വർഗീയവും വംശീയവുമായിട്ട് നേരിടാൻ ആര് ശ്രമിച്ചാലും അവർക്കതൊരിക്കലും തന്നെ ഗുണം ചെയ്യുകയില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിപ്രായം. ഹിന്ദു വർഗീയതയെ ഹിന്ദുക്കൾ തന്നെ നേരിടണം. മുസ്ലിം വർഗീയതയെ നിലക്ക് നിർത്താൻ അതിന് മരുന്ന് കൊടുത്ത് ഇസ്ലാമിന്റെ യഥാർത്ഥമായ വഴിയിലേക്ക് കൊണ്ടുവരാൻ ജമാഅത്തെ ഇസ്ലാമി അഹോരാത്രം അധ്വാനിച്ചിട്ടുണ്ട്. സമാധാനമുള്ള ഒരു രാജ്യത്തെ ഉണ്ടാക്കാനും സഹവർത്തിത്വ മനസ്ഥിതിയുള്ള ഒരു ജനതയെ വാർത്തെടുക്കാനും സമാധാനപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ നേരെ തീവ്രവാദം ആരോപിക്കുന്നവർ യഥാർത്ഥ തീവ്രവാദികൾക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കുന്നവരാണ് എന്നുകൂടി ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടന എന്ന് പറയുന്നവർ യഥാർത്ഥ തീവ്രതയെ വെള്ളപൂശുകയോ അവർക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കുകയോ ആണ് ചെയ്യുന്നത് എന്നവരറിഞ്ഞോ അറിയാതെയോ അവർ ഏർപ്പെടുന്ന പണി അതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്ത് മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും സംസ്കരിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ വർഗീയമായ ഒരു പണിയല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ദൈവികമായ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പുനഃസംവിധാനിക്കാൻ കഴിയണം എന്നാണ്. അല്ലാതെ നമ്മൾ രക്ഷപ്പെടില്ല. അല്ലാതെ നമ്മുടെ രാജ്യത്തിന് ഇനി മുന്നോട്ട് പോകാനാവില്ല. അപ്പൊ ദൈവികമായ മൂല്യങ്ങൾ, അതാണ് ഗാന്ധിജിയുടെ പാരമ്പര്യം. ഗാന്ധിജിയുടെ ജീവിതത്തിലെ സത്യാന്വേഷണ പരീക്ഷണങ്ങളെപ്പറ്റി അദ്ദേഹം എഴുതിയിട്ടുള്ള ആത്മകഥയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന നിങ്ങൾക്ക് കാണാം.
രാഷ്ട്രീയത്തിൽ ഞാൻ നടത്തിയിട്ടുള്ള ഇടപെടലുകളും സമരങ്ങളുമെല്ലാം, രാഷ്ട്രീയത്തിൽ ഞാൻ നടത്തിയിട്ടുള്ള, ഗാന്ധിജി പറയാം, ഏത് ഗാന്ധിജി? ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന മഹാൻ ഈ രാഷ്ട്രത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള സമരങ്ങളെയും മുന്നേറ്റങ്ങളെയും പറ്റി പറഞ്ഞിട്ട് പറയുകയാണ്, ആ സമരങ്ങളും മുന്നേറ്റങ്ങളുമെല്ലാം ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള എന്റെ പ്രയത്നങ്ങളുടെ തന്നെ ഭാഗമാണ്. അതാണ് ഗാന്ധിജിയുടെ പാരമ്പര്യം. അതുകൊണ്ട് ഇത് മതത്തെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചേക്കലല്ല, മതത്തിന്റെ പ്രഭ കൊണ്ട് രാഷ്ട്രീയത്തിന്റെ ഇരുളണഞ്ഞ മേഖലകളെ ശുദ്ധീകരിക്കാനുള്ള ശ്രമമാണ്. എന്താ ഇപ്പോ നമ്മുടെ ധനകാര്യമന്ത്രി പഴയ രാജിവെച്ച ആളെ പറ്റി, അദ്ദേഹം ധനകാര്യം കൈകാര്യം ചെയ്യാൻ മിടുക്കനാണ്. ഞാൻ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത്ര മിടുക്കുണ്ടാവുന്ന നമ്മൾ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ മൂപ്പരം മിടുക്ക് ഏതാണ്ട് നമ്മൾക്ക് മനസ്സിലായപ്പോ വേറെ മിടുക്കൻ വന്നിരിക്കുകയാണ്. ഇതൊക്കെ കൂടി അപ്പൊ പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ കൂടി നമുക്ക് വേദി പറയാൻ പറ്റുമോ? മനുഷ്യന്മാരുടെ ഇടയിൽ ചർച്ച ചെയ്യുന്നവർക്ക് പ്രശ്നമില്ലെങ്കിലും നമുക്കുണ്ടല്ലോ ഒരു അഭിമാനം, നമ്മുടെ സദസ്സുകൾക്കുണ്ടല്ലോ ഒരു വിശുദ്ധി. ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ ഭരണസിര കേന്ദ്രങ്ങൾ ഇത്രയേറെ അധപ്പതിച്ച ഒരു സാഹചര്യത്തിൽ മൂല്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് രാജ്യം മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അതുകൊണ്ട് എന്റെ ഈ സംസാരത്തിന്റെ അവസാന ഭാഗത്ത് ഞാൻ പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് ഈ രാജ്യത്ത് മതനിരപേക്ഷമായ മതേതരമായ ഒരു സമൂഹം ഉണ്ടാകണം എന്നല്ല, പകരം മൂല്യാധിഷ്ഠിതമായ ഒരു ജനത ഉണ്ടാകണമെന്നാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, വർഗീയതയെ നേരിടുന്നിടത്ത് വർഗീയ മനസ്കരായ മതനിരപേക്ഷ മനസ്കര വിഭാഗങ്ങളൊക്കെ ഒന്നിക്കണം. ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അവിടെ മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും വേറെ ആരൊക്കെ ഉണ്ടോ ഇന്ത്യ രാജ്യത്ത് മനസ്സിലാക്കി അതൊരു യാഥാർത്ഥ്യമായി അറിഞ്ഞ് ഈ ബഹുസ്വരതയെ ഉൾക്കൊണ്ട് അതിന്റെ സ്വരതാള ലയങ്ങളോടെ അങ്ങനെ സഞ്ചരിക്കാൻ കഴിയുന്നവരാരൊക്കെ ഉണ്ടോ അവരൊക്കെ ഒന്നിക്കണം എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അവരൊന്നിച്ചുകൊണ്ട് ആ ഒന്നിപ്പിന്റെ ഒരു സംസ്കാരം തന്നെ ഇവിടെ കെട്ടിപ്പടുത്തുയർത്തണം. അതാണ് ജമാഅത്തെ ഇസ്ലാമി നന്മേച്ചുക്കളുടെ ഒരു സംഗമവേദിയായിട്ട് രാഷ്ട്രീയത്തെ പരിവർത്തിപ്പിക്കണം എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രായോഗിക സമീപനം. അടിസ്ഥാന സിദ്ധാന്തമല്ല. അടിസ്ഥാന സിദ്ധാന്തം ദൈവിക പരമാധികാരത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമത്തിലല്ലാതെ മനുഷ്യ സമൂഹത്തിന്റെ ഒരു പ്രശ്നവും ശാശ്വതമായി പരിഹരിക്കപ്പെടുകയില്ല. ഇതൊക്കെ വലിയ പ്രയോഗങ്ങളാണ്, ഒരുപാട് അർത്ഥങ്ങൾ അതിനുണ്ട്. എനിക്കറിയാം കുറെ ആളുകൾക്ക് ഈ ഒരൊറ്റ പ്രസ്താവനയിൽ നിന്ന് കാര്യം ഗ്രഹിക്കാൻ കഴിയില്ല. ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ സാഹിത്യ ശേഖരങ്ങൾ വലിയ ഒരു വൈജ്ഞാനിക ഭണ്ഡാരം തന്നെ കൈരളിക്ക് സമർപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഇതിന്റെ പാർട്ടി വ്യവസ്ഥയിലേക്ക് കടന്നു വരുന്നതിന്, ഇതിന്റെ വിവിധ തട്ടുകളിലുള്ള പ്രവർത്തകർ ഇതിനകത്തേക്ക് കടന്നു വരുന്നതിന്റെ മെമ്പർഷിപ്പ് വ്യവസ്ഥയുടെ അടിസ്ഥാനമായിട്ട് പുസ്തകങ്ങളുടെ പാരായണം വ്യവസ്ഥ വെച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അക്ഷരങ്ങളും ആശയങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധം അത്രമേൽ ശക്തമാണെന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് വലിയ പ്രസിദ്ധീകരണാലയങ്ങൾ ഈ കൈരളിക്കും അതുപോലെ തന്നെ ഇന്ത്യ മഹാരാജ്യത്തിനും സമർപ്പിച്ച പ്രസ്ഥാനമാണിത്. ഉറുദു ഭാഷയിൽ മാത്രമല്ല, മലയാളത്തിൽ IPH എന്ന് പറയുന്ന പ്രസാധക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയിട്ടും ആ പേര് പറയാതെയും ഇസ്ലാമിന്റെ ദർശനത്തെ, തത്വചിന്തയെ, കലയോടുള്ള സമീപനത്തെ, രാഷ്ട്രമീമാംസകളുടെ വിശകലനങ്ങളെ, ശൈക്ഷണികമായ ഇസ്ലാമിക ചർച്ചകളെ കേരളത്തിന് ഒരു കാലത്തും നടത്താൻ പറ്റില്ല എന്ന് ഞാൻ ഇവിടെ അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കുകയാണ്. അപ്പോ അത്രയുമേറെ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഗൗരവത്തോടെ പഠനങ്ങൾക്കും പാരായണങ്ങൾക്കും മുതിർന്നാൽ മാത്രമേ ആശയപരമായ അതിന്റെ അടിത്തറകളെ മനസ്സിലാക്കാനാവൂ. ഒരു പൊതുയോഗത്തിൽ അത് വിവരിക്കുന്നതിന് ഒരുപാട് പരിമിതിയുണ്ട്. മറ്റേത് ഞാൻ പറഞ്ഞത്, പ്രായോഗിക രാഷ്ട്രീയത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സമീപനം കാര്യങ്ങളുടെ നിയന്ത്രണം നന്മേച്ചുക്കളുടെ നന്മയിൽ താല്പര്യമുള്ളവരുടെ കരങ്ങളിലേക്ക് വരണം. ആ നന്മയിൽ താല്പര്യമുള്ളവർ നാനാജാതി മതസ്ഥരിലുണ്ടെങ്കിൽ അവരുടെ ഒരു ഏകീകരണം ഇവിടെ നടക്കണം. അങ്ങനെ സംഘടിതമായ തിന്മകളുടെ വാഹകരും അസംഘടിതരായ നന്മയുടെ വാഹകരും എന്ന അവസ്ഥക്ക് പകരം അസംഘടിതരും മൗനികളുമായ നന്മകളുടെ വാഹകരെ സംഘടിതരും ആചാരരുമാക്കുന്ന പണിയാണ് പ്രായോഗിക രാഷ്ട്രീയത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ കർമ്മ പരിപാടി ഇപ്പോൾ എന്ന് ഞാൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, മതേതരവൽക്കരണം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. ഇന്ത്യ രാജ്യം വിഭജിക്കപ്പെട്ടല്ലോ. ഇന്ത്യയുടെ വിഭജനത്തിന്റെ സന്ദർഭത്തിൽ ഈ വിഭജനവാദത്തിന്റെ മുമ്പിൽ നിന്നതാരാ?
വിഭജനവാദത്തിന്റെ മുമ്പിൽ നിന്നത് മതപണ്ഡിതന്മാരല്ല. ഇനി വിഭജനവാദം മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വിഭജനത്തിന് വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച വാദഗതികൾ രംഗത്ത് വന്നപ്പോ ഇന്ത്യ രാജ്യത്തിലെ തലയെടുത്തുള്ള പണ്ഡിതന്മാർ പലരുമുണ്ട്. അതിലെ ഒരാളാണ് സയ്യിദ് അബുൽ ആല മൗദൂദി എന്ന് പറയുന്നത്. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യകാല നേതാക്കളിൽ സമുന്നതനാണ്. അദ്ദേഹത്തിന് ഖുർആൻ പരിഭാഷകളും വ്യാഖ്യാന ഗ്രന്ഥങ്ങളുമുണ്ട്. വളരെ ദൈക്ഷണികമായ പിൻബലത്തോടെ വസ്തുതകളെ അവതരിപ്പിക്കുന്നതിനുള്ള സയ്യിദ് മൗദൂദിയുടെ പ്രാഗൽഭ്യം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെ ഒരു തവണയെങ്കിലും പരിശോധിച്ചവർക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. അങ്ങനത്തെ സയ്യിദ് മൗദൂദി എന്ന മതാധ്യാപനങ്ങളിൽ ആഴത്തിൽ അവഗാഹമുള്ള വ്യക്തി പാകിസ്ഥാൻ വാദം ഏറ്റെടുത്തില്ല. എന്റെ ഈ ചർച്ച നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തത് മൗലാന അബുൽ കലാം ആസാദ്. അദ്ദേഹവും ഖുർആൻ പരിഭാഷകളും വേറെയും ഇസ്ലാമിക വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. പാകിസ്ഥാൻ വാദത്തെ ഏറ്റുപിടിക്കാൻ അദ്ദേഹത്തെയും കിട്ടിയില്ല. ജൗഹർ മുഹമ്മദ് അലി മതനിഷ്ഠ പുലർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹവും പാകിസ്ഥാൻ വാദം ഏറ്റെടുത്തില്ല. പാകിസ്ഥാൻ വാദം ഏറ്റെടുക്കാൻ, ആ അജണ്ട വിജയിപ്പിച്ചു കൊടുക്കാൻ പ്രതിയോഗികൾക്ക് ചട്ടുകമായിട്ട് കിട്ടിയത് മുഹമ്മദ് അലി ജിന്നയെയാണ്. മുഹമ്മദ് അലി ജിന്നയെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കൂ. അദ്ദേഹം മതനിഷ്ഠ പുലർത്തിയ ഒരു മനുഷ്യനല്ല. അദ്ദേഹം മോഡേണിസ്റ്റ് ചിന്താഗതികളുമായിട്ട് കഴിഞ്ഞുകൂടിയ ഒരാളാണ്. അപ്പൊ മതവിശ്വാസികളല്ല അപകടക്കാർ, മതേതര അന്തരീക്ഷത്തിലുള്ളവരെയാണ് വർഗീയത വേഗം സ്വാധീനിക്കുക എന്നാണ് എന്റെ സിദ്ധാന്തം. ഇതെന്റെ സിദ്ധാന്തം മാത്രമല്ല, ഇതൊരു വസ്തുതയാണ് എന്ന് നിങ്ങൾ ഓർക്കണം. എന്ന് മാത്രമല്ല, ഇപ്പുറത്തേക്ക് വന്നു നോക്കൂ. സംഘപരിവാറിനെ പോലെ അസഹിഷ്ണുതയുടെയും തീവ്രവാദത്തിന്റെയും ഭീകരതയുടെയും മനുഷ്യന്റെ ചോര കൊണ്ടും കബന്ധങ്ങൾ കൊണ്ടും അമ്മാനമാടുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന വർഗീയതയുടെ അപ്പോസ്തലന്മാർ ആരാണ്? അപ്പോസ്തലന്മാർ വേദാന്തിയായ സ്വാമി വിവേകാനന്ദനാണോ സംഘപരിവാറിനെ രൂപീകരിച്ചത്? അല്ല. ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ഒരു അഗാധ പാണ്ഡിത്യമുള്ള വേദങ്ങളിലും ദർശനങ്ങളിലും സ്മൃതികളിലും ശ്രുതികളിലുമൊക്കെ വളരെ ആഴത്തിൽ കൂണ്ടിറങ്ങി പഠനം നടത്തിയ ശ്രീനാരായണ ഗുരുവല്ല സംഘപരിവാറിനെ രൂപകൽപ്പന ചെയ്തത്. അവരൊക്കെ അവർഗീയമായിട്ട് നിലകൊണ്ടപ്പോ വർഗീയവാദത്തിന്റെ ബീജം വിതച്ചതും അത് കൊയ്തതും ഹെഡ്ഗേവാറിനെ പോലെയുള്ള ആളുകളാണ്. വി ഡി സവർക്കറിനെ പോലെയുള്ള ആളുകളാണ്. ഡോക്ടർ ഗോയലിനെ പോലെയുള്ള ആളുകളാണ്. അവരൊന്നും അടിസ്ഥാനപരമായി മതമറിയുന്നവരല്ല. അപ്പോ ഹിന്ദുവായാലും മുസ്ലിമായാലും മതബോധമുള്ളവൻ വർഗീയതക്ക് വഴിപ്പെട്ടിട്ടില്ല. മതേതരവാദികൾ വർഗീയതയുടെ ചട്ടുകത്തിൽ പലപ്പോഴും പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് വർഗീയതയുടെ പരിഹാരം ശരിയായ മതബോധത്തിന്റെ പ്രചാരണമാണ് എന്ന് കരുതുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതിനൊക്കെ ഒരുപാട് ചർച്ചകളുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെപ്പറ്റി, രാജ്യത്തിന്റെ നിലവിലുള്ള അവസ്ഥയെപ്പറ്റി, ഇവിടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭീഷണികളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഇവിടെ എല്ലാ നല്ല മനുഷ്യരും ഒന്നിച്ചു പോകേണ്ട കാലഘട്ടമാണ് എന്ന് നമുക്കറിയാം. മുസ്ലിം സഹോദരങ്ങൾ നിസ്സാരമായ വിഷയങ്ങളുടെ പേരിൽ തമ്മിൽ കടിച്ചു കീറുമ്പോൾ അത് അവരുടെ നിലനിൽപ്പിന് തന്നെ അപകടപ്പെടുത്തുന്ന അവിവേകമുള്ള ഒരു പ്രവൃത്തിയാണെന്ന് പറയാൻ വിവേകമുള്ള മതപണ്ഡിതന്മാരില്ലാതെ പോയി എന്നത് മുസ്ലിം കേരളത്തിന്റെ തന്നെ ഒരു ശാപമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിങ്ങളോട് പറയുന്നു, നിങ്ങൾ നന്മകളിൽ ഒന്നിക്കണം, പൊതുകാര്യങ്ങളിൽ ഒന്നിക്കണം. വിശദാംശങ്ങളിലെ വിയോജിപ്പുകളെ നിങ്ങൾ ഇസ്ലാമിന്റെ ഒരു സംസ്കാരവും ഒരു അനുഗ്രഹവുമായിട്ട് കാണണം. എന്നിട്ട് അടിസ്ഥാനങ്ങളിൽ യോജിക്കാൻ നമുക്കാകണം. അങ്ങനെ ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളുടെ ഐക്യം ഈ രാജ്യത്ത് സൗഹാർദ്ദമുണ്ടാക്കുന്നതിന് വേണ്ടി, സമാധാനമുണ്ടാക്കുന്നതിന് വേണ്ടി, വർഗീയതയെ നേരിടുന്നതിന് വേണ്ടി, സഹവർത്തിത്വത്തിന്റെ സംസ്കാരം, പങ്കുവെപ്പിന്റെ രീതിശാസ്ത്രം മാനവതക്ക് പ്രായോഗിക അനുഭവങ്ങളായി പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത് കാലഘട്ടത്തിന്റെ ചരിത്രപരമായ ദൗത്യമാണ്. ആ ദൗത്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് പോകുന്നത്. അതിന്റെ മീഡിയകളും അതിന്റെ സംഘടനാ സംവിധാനങ്ങളും അതിന്റെ യുവജന വിഭാഗവും അതിന്റെ വിദ്യാർത്ഥി വിഭാഗവും അതിന്റെ വനിതാ പ്രവർത്തകരും അതിന്റെ ചെറിയ കുട്ടികളിലുള്ള പ്രവർത്തനങ്ങളിൽ വരെ ഈ സഹിഷ്ണുതയുടെയും പങ്കുവെപ്പിന്റെയും സംസ്കാരത്തിന് വേണ്ടി ഒരുപാട് ഈടുവെപ്പുള്ള തന്നെ കർമ്മ പരിപാടികൾ ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം. നമ്മുടെ രാജ്യത്തിനും ഇന്നും നാളെയും ഗുണം ചെയ്യുന്ന ഒരു ആക്ഷൻ പ്ലാൻ, ഒരു കർമ്മ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ സഗൗരവം ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കണം. നേരത്തെ ഞാൻ എന്റെ സംസാരത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞു ഇതൊരു അഖിലേന്ത്യാ പ്രസ്ഥാനമാണ് എന്ന്. അതൊരു വസ്തുത വെളിപ്പെടുത്തിയതാണ്. ഞങ്ങളൊരു മഹാസംഭവമാണ് എന്ന യാതൊരു അവകാശവാദവും ജമാഅത്തെ ഇസ്ലാമിക്കില്ല. നമ്മൾ നിർവഹിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്ന പദ്ധതികളും പരിപാടികളും വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ വളരെ ദുർബലരാണ് എന്ന് ഞങ്ങൾ നിങ്ങളോട് സമ്മതിക്കുന്നു. നിങ്ങൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ കർമ്മ പരിപാടികളും പദ്ധതികളും കുറെ കൂടി ഫലപ്രദമായി
നടപ്പാക്കാനായേനെ എന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമ്മതിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും ഈ ശബ്ദം ശ്രദ്ധിക്കണം, നിങ്ങളും ഈ വെളിച്ചത്തിന്റെ വഴിയെക്കുറിച്ച് പഠിക്കണം. നിങ്ങൾ കൂടി ഉണ്ടായാൽ നമുക്ക് കുറെ കൂടി വേഗതയിൽ ഫലപ്രദമായി മുന്നോട്ട് പോകാനാവും. നന്മയുടെ വഴിയിൽ നാഥൻ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം എന്നെ ശ്രദ്ധിച്ചവർക്ക് ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഹൃദ്യമായ അനുമോദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് പ്രപഞ്ചനാഥൻ നമ്മെ ഇരുലോകത്തും നന്മയിൽ സമ്മേളിപ്പിക്കുമാറാകട്ടെ എന്ന ആശംസയോടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.